എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മിസ്റ്റർ ദാമോദരൻ പിള്ള, ഈ പരിപാടിയിൽ സ്വാഗത പ്രസംഗം നടത്തിയ പ്രിൻസിപ്പൽ ജനാബ് ഷാഹുൽ ഹമീദ്, ഈ പരിപാടിയിൽ സ്വാഗത ഭാഷണം മറ്റൊരാൾ നടത്തിയ അനഘ AM ഹെഡ് ഗേൾ, പ്രധാനമായി ഇവിടെ സംസാരിച്ച പോത്തങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീമതി അനിതകുമാരി, ത്രേസ്യാമ്മ, ഷീബ, മുംതാസ്, രേഖ, മാസ്റ്റർ സുറൂർ റഹ്മാൻ, മറ്റ് PTA ഭാരവാഹികളെ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ രക്ഷിതാക്കളെ, അധ്യാപകരെ, ഇവിടെ സന്നിഹിതരായി എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികളെ, അവരെല്ലാം പുറകിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തിരക്കിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നിസാമിയ പബ്ലിക് സ്കൂളിൻ്റെ 26ാമത്തെ വാർഷികം ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നത്. ഈ വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വെളിച്ചം തെളിച്ചുകൊണ്ട് നിർവഹിച്ചത്, അത് ഓറലായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. നിസാം എന്ന വാക്കിൽ നിന്നാണ് നിസാമിയ ഉണ്ടായത്. നിസാം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ക്രമപ്രകാരമുള്ളവൻ എന്നും അച്ചടക്കമെന്നുള്ളവൻ എന്നും രണ്ടർത്ഥ വാക്കുകളാണ് ഉറുദു ഭാഷയിൽ നിസാം എന്ന വാക്കിനുള്ളത്. ക്രമത്തിൽ വികസിക്കുന്നവനെന്നും അച്ചടക്കമുള്ളവനെന്നും. ഇതിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയത് ക്രമത്തിൽ വികസിക്കുന്നവൻ എന്നാണ്. അച്ചടക്കമെന്ന വാക്ക് തന്നെ നിരോധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മിക്ക വിദ്യാലയങ്ങളിലും മാഷന്മാർ പറയുന്ന സ്ഥിരം വാക്കാണ് കുട്ടികൾക്ക് അച്ചടക്കം വേണമെന്ന്. ഈ അച്ചടക്കമാണ് നമ്മുടെ രാജ്യത്തിന് പറ്റിയ അബദ്ധമെന്ന് നിങ്ങൾ അറിയുമോ? അച്ചടക്കമെന്ന് ആവർത്തിച്ച് പറയും തോറും അച്ചടക്കത്തിൽ നിന്ന് കുട്ടികൾ മോചനം നേടാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. വഴക്കെന്ന വാക്കും നിരോധിക്കേണ്ടതാണ്. ഈ വഴക്കെന്ന വാക്ക് കണ്ടുപിടിച്ചവൻ ആരാണ്? അവനെ വെടിവെച്ച് കൊല്ലണം. വഴക്ക് പറയുക, അതാണ് രക്ഷിതാവിൻ്റെ ജോലി എന്ന് തെറ്റിദ്ധരിച്ചു പോയി നമ്മൾ പണ്ടേ. ഇതൊക്കെ കാലമേതാണ്? ഇൻ്റർനെറ്റിൻ്റെ സൂക്ഷ്മമായ സാങ്കേതിക വിദ്യയിലൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് മനുഷ്യൻ എത്തിച്ചേർത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഴയതൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല. മാറണം നമ്മൾ. നമ്മുടെ സങ്കല്പങ്ങൾ മാറാത്തത് കൊണ്ടാണ് കുട്ടികൾ നിങ്ങളിൽ നിന്ന് മോചിതരാവാൻ വേണ്ടിയിട്ട്, അവരുടെ മനസ്സ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്. അവരുടെ ഉള്ളിൽ മനോഹരമായ പുഷ്പങ്ങളുണ്ട്, ചിന്തയുടെ സർഗാത്മകതയുടെ പുഷ്പങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടത് ആ പുഷ്പങ്ങളെ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞു വെക്കുകയാണ്. എന്നെ സ്വാഗതം ചെയ്യുമ്പോൾ എനിക്കൊരു ബൊക്ക കൊണ്ടു തന്നു, ഞാനത് വാങ്ങാതെ വെച്ചതിൻ്റെ കാരണം അറിയാമോ? മനോഹരമായ പ്രകൃതിദത്തമായ പുഷ്പങ്ങളെ വൃത്തികെട്ട പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞു കൊടുക്കുന്ന സൂത്രപ്പണി നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? എത്ര നല്ല പൂക്കളാണത്! ആ പൂക്കളേക്കാൾ സുന്ദരമാണോ അതിൻ്റെ ചുറ്റിയിരിക്കുന്ന പ്ലാസ്റ്റിക്? എല്ലാം കച്ചവട മാധ്യമങ്ങൾ തയ്യാറാക്കുന്നത് കണ്ണും പൂട്ടി നമ്മൾ സ്വീകരിക്കുന്നു. ഞാൻ ഇന്നോളം പ്ലാസ്റ്റിക് പൊതിഞ്ഞ ഒരു പൂവും ഒരു ബൊക്കയും വാങ്ങിയിട്ടില്ല. വാങ്ങരുത്. കുട്ടികളുടെ ഉള്ളിൽ സ്വതസിദ്ധമായ സർഗാത്മകമായ പ്രകൃതിദത്തമായ വിസ്ഫോടനാത്മകമായ കഴിവുകളുണ്ട്. ഈ കഴിവുകളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിന് നടത്തുന്ന ഒരു പരിപാടിയുടെ പേരാണ് സ്വരലയം. ആ സ്വരലയം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷാണ് സിംഫണി. സിംഫണി 2024 അല്ലേ? ഇതാണ് സിംഫണി. എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നു നമ്മുടെ സ്വരമായി. ഈ പാട്ടിൻ്റെ വരികൾ ആരെങ്കിലും ഓർമ്മയുണ്ടോ? ദൂരദർശൻ കണ്ടവരില്ല അല്ലേ? പണ്ട് ദൂരദർശൻ ചാനൽ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്ത് മിലേ സുർ മേരാ തുമാരാ
എന്ന് പറഞ്ഞിട്ടൊരു ദേശീയോദ്ഗ്രഥന ഗാനമുണ്ടായിരുന്നു. ആ ദേശീയോദ്ഗ്രഥന ഗാനത്തിൽ എല്ലാ ഭാഷയിലെയും ഒരു വരി ഉണ്ടാവും. അതിൽ മലയാള ഭാഷയിലെ വരി എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നു നമ്മുടെ സ്വരമായി മാറണം. അതാണ് സ്വരലയം. എല്ലാ സ്വരങ്ങളും ഒന്നാവലല്ല സ്വരലയം. എല്ലാ സ്വരങ്ങളും കൂടിച്ചേരലാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ സംസാരിച്ചാൽ മനുഷ്യൻ്റെ സൗന്ദര്യം പോവും. എല്ലാ മുയലുകളും ഒരുപോലെയാണ്, എല്ലാ മുയലുകളും ഒരുപോലെയാണ്, എല്ലാ മൈനകളും ഒരുപോലെയാണ്. അതുകൊണ്ട് അവർക്ക് വ്യക്തിത്വമില്ല, വ്യതിരിക്തതയില്ല. നമ്മളും മനുഷ്യരും, എല്ലാ ആൺകുട്ടികളും ദുൽഖർ സൽമാനെ പോലെയും എല്ലാ പെൺകുട്ടികളും ഐശ്വര്യ റോയിയെ പോലെയുമായിരുന്നുവെങ്കിൽ ഈ ലോകത്തിന് എന്തെങ്കിലും സൗന്ദര്യം ഉണ്ടാവുമോ? ആരെങ്കിലും സെൽഫി എടുക്കുമോ? കാരണം ഇങ്ങോട്ടെടുത്താലും അങ്ങോട്ടെടുത്താലും ഒരുപോലെ ഉണ്ടാവും. പിന്നെ എന്തിനാ സെൽഫി എടുക്കുന്നത്? നമ്മൾ സുന്ദരന്മാരും സുന്ദരികളുമാകുന്നത് എപ്പോഴാണ്? നമ്മൾ സുന്ദരികളും സുന്ദരന്മാരും ആകുന്നത് എപ്പോഴാണ്? വൈവിധ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, അല്ലേ? വൈവിധ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സുന്ദരികളും സുന്ദരന്മാരും ആകുന്നത്. അല്ലാതെ എല്ലാം ഒരുപോലെയാണെങ്കിൽ ഈ ലോകം വളരെ വളരെ വിരൂപവും വിരസവുമായിരിക്കും. എല്ലാറ്റിനെയും ഇൻക്ലൂഷനാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. ഇൻക്ലൂഷനാണ്, ഒന്നിനെയും എക്സ്ക്ലൂഷൻ അല്ല. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? എല്ലാറ്റിനെയും ഉൾക്കൊള്ളുക, എക്സ്പ്ലോർ ചെയ്യേണ്ടത്. എൻ്റെ കണ്ണടയുടെ ഗ്ലാസ് ഇന്ന് ട്രെയിനിൽ നിന്ന് രാവിലെ വരുമ്പോൾ ഇളകിപ്പോയിരുന്നു. അതാണ് ഇളകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം. സോറി. എല്ലാറ്റിനെയും എക്സ്പ്ലോർ ചെയ്യണം. നമ്മുടെ രാജ്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്ത് ആദ്യം പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാവോ? നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ ഫസ്റ്റ് പ്രാർത്ഥന എന്താണെന്നറിയാവോ? ഓം നമഃശിവായ, ഓം നാരായണായ എന്നൊന്നുമല്ല. ആദ്യത്തെ പ്രാർത്ഥന എന്താണെന്നറിയാവോ? ആർക്കെങ്കിലും അറിയെങ്കിലും അത് കൈവച്ചാൽ നിങ്ങൾ പറയുന്നു വേണ്ട. കേട്ടിട്ടുണ്ടോ? അത് ഇല്ല. ഈ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഒരു മതത്തിൻ്റെയും പ്രാർത്ഥനയായിരുന്നില്ല. കാരണം അന്ന് ഒരു മതവും ഇല്ല. ഈ പ്രാർത്ഥന ഉണ്ടാകുന്ന കാലത്ത് ക്രിസ്തുമതമില്ല, യഹൂദമതമില്ല, ഹിന്ദുമതമില്ല, ഇസ്ലാം മതം ഇല്ല. ഈ പ്രാർത്ഥന ഉണ്ടാകുന്ന സമയത്ത് ഒരു മതവും ഇല്ല. ആ പ്രാർത്ഥന വേദങ്ങളുടെ മൂലമന്ത്രമാണ്. വേദങ്ങളുടെ കാലത്തൊന്നും ഹിന്ദുമതം ഇല്ല കേട്ടോ, നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട. വേദങ്ങളിൽ എവിടെയും ഹിന്ദു എന്നുള്ളൊരു വാക്കേ ഇല്ല. വേദങ്ങളുടെ മൂലമന്ത്രമാണ്. അത് സ്വരവുമായി ബന്ധപ്പെട്ടതാണ്, പാടുന്ന മന്ത്രമാണ്. അതിൻ്റെ പേര് ഗായത്രി എന്നാണ്. ആരെയാണ് പ്രാർത്ഥിച്ചത്? പ്രത്യക്ഷമായിരിക്കുന്ന ഒരു ദൈവത്തെ. ആ ദൈവം ഒരു സത്യമാണ്. മറ്റെല്ലാ ദൈവങ്ങളും സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നേ ഉള്ളൂ. നമ്മളാരും തൊട്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല, നമ്മളാരും ഫോട്ടോ എടുത്തിട്ടില്ല. ഏതെങ്കിലും ദൈവത്തിൻ്റെ ഫോട്ടോ എടുത്തു ആരെങ്കിലും? എല്ലാ ദൈവങ്ങളുടെയും ചിത്രം മനുഷ്യൻ വരച്ചതാണ്. എന്ന മനുഷ്യൻ വരക്കാതെ ഒരു ദൈവം ഉണ്ട്, നേരിട്ട് നമ്മളെ കാണുന്ന ദൈവം. നമ്മൾ കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ പ്രാർത്ഥിച്ചതാണ് ആദ്യത്തെ മന്ത്രം. ആ മന്ത്രത്തെക്കുറിച്ചൊരു സിനിമാ ഗാനമുണ്ട് മലയാള സിനിമയിൽ. ആ സിനിമാ ഗാനം തുടങ്ങുന്നത് പത്മതീർത്ഥമേ ഉണരു, മാനസ പത്മതീർത്ഥമേ ഉണരു, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഗായത്രി, പാടുന്നത് ഗായത്രി, പാടുന്നവരെ രക്ഷിക്കുന്ന ഗായത്രി. എന്താ മന്ത്രം? ഓം സത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം എന്ന് പറഞ്ഞാൽ ആരൊക്കെ തെറ്റിദ്ധരിച്ചു പോയോ? ഈ ഓംകാരമന്ത്രത്തിൻ്റെ അർത്ഥം ഞാൻ ഒരു 5-6 മാസം മുമ്പ് തൃശ്ശൂർ ഒരു ചിന്മയ കോളേജിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ ഓംകാരത്തിൻ്റെ അർത്ഥം അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ
ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ഓംകാരം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഡൗൺലോഡാക്കുന്ന പാസ്വേഡാണ്. ദൈവത്തെ ഡൗൺലോഡാക്കുന്ന പാസ്വേഡ്. ഓം നമശിവായ എന്ന് പറയുമ്പോൾ ശിവൻ ഡൗൺലോഡാവും. ഓം നാരായണായ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഡൗൺലോഡാവും. അതാണ് ഓം എന്ന് പറയുന്നത്. ഈ പ്രകൃതിയുടെ അടിസ്ഥാനപരമായ 3 നിയമങ്ങളാണ്. അത് എല്ലാ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ജൈവത്തിനും എല്ലാം ബാധകമായ 3 നിയമം. ആ ഉ അം കൂട്ടി വായിച്ചാൽ ഓം എന്നാണ്. ആ ഉണ്ടാവുക, ഉ ജീവിക്കുക, അം ഇല്ലാതാവുക. ജനിക്കുക, ജീവിക്കുക, മരിക്കുക. ഈ 3 നിയമങ്ങളാണ്. അത്രയേ ഉള്ളൂ. അവിടെ നിന്ന് അടുത്ത ജോലി എന്താ? നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? നമ്മുടെ കുട്ടികൾ സ്കൂളിൽ ചേർക്കുന്നത് എന്തിനാ? കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നത് പഠിക്കാൻ. പഠിച്ചിട്ടോ പരീക്ഷ എഴുതാം, പരീക്ഷ എഴുതിയിട്ടോ ജയിക്കാൻ, ജയിച്ചിട്ടോ ജോലി കിട്ടാൻ, ജോലി കിട്ടിയിട്ടോ ശമ്പളം വാങ്ങാൻ, ശമ്പളം വാങ്ങിയിട്ടോ നല്ല വീട് എടുക്കാൻ, എന്നിട്ടോ നല്ല ഭക്ഷണം കഴിക്കാൻ, എന്നിട്ടോ നല്ല വസ്ത്രം വാങ്ങാൻ, എന്നിട്ടോ നല്ല കാറ് വാങ്ങാൻ, എന്നിട്ടോ നല്ല പൂന്തോട്ടം വാങ്ങാൻ, എന്നിട്ടോ വീടിന് വീണ്ടും അടുത്ത കൊല്ലം പെയിൻ്റ് അടിക്കാൻ, എന്നിട്ടോ വീണ്ടും അവിടെ നന്നായി തിന്നുക. ഇതാണോ നമ്മുടെ ലക്ഷ്യം? നോ. ഈ പരിമിതമായ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കുട്ടികളെ ഒതുക്കിക്കൊണ്ടുവരുന്ന ഭീകരന്മാരാണ് പല മാഷന്മാരും രക്ഷിതാക്കളും. ഇതല്ല, അതിൻ്റെ അപ്പുറത്ത് ഒരു ലക്ഷ്യമില്ല. പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ്. നോ. പ്ലേസ്മെന്റ് കൂട്ടത്തിൽ വേണം. അത് ഏതു മനുഷ്യനും വേണം. പഠിപ്പുള്ളവനും വേണം, പഠിപ്പില്ലാത്തവനും പണിയെടുക്കണം. പണിയെടുക്കുന്നതിന് വേണ്ടിയല്ല പഠിക്കുന്നത്. പഠിപ്പ് പണിയെടുക്കാൻ, പുതിയ പുതിയ നല്ല ജോലി കിട്ടാൻ ഉപകരിക്കും. യെസ്, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. പക്ഷെ പഠിപ്പല്ല പ്രധാനം, പണിയല്ല പ്രധാനം. പണിക്കപ്പുറത്ത് സത്യാന്വേഷണമാണ്. ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ സത്യത്തെ അന്വേഷിക്കുവാൻ കെൽപ്പുണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. സത്തിൽ അന്വേഷിക്കുക, ആ സത്താണ് പ്രധാനം. ഈ കാണുന്ന ഒന്നും നിലനിൽക്കില്ല, ഇതല്ല അസത്ത. ഈ അസത്തിൽ നിന്ന് സത്യത്തിലേക്ക് യാത്ര ചെയ്യുക, അതാ അസതോമാ സദ്ഗമയ. ഇതല്ല അസത്താന്ന് ഞാൻ തെളിയിച്ചേരട്ടെ, ഇത് തെളിയിച്ചേരട്ടെ. ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ സ്കൂളിലെല്ലാം വരുന്ന രക്ഷിതാക്കളെല്ലാവരും കുളിച്ച് നല്ല തട്ടമിട്ട് പൗഡർ ഇട്ട് പൊട്ട് തൊട്ട് നല്ല സ്റ്റൈലായി കൊണ്ടുവന്ന നിങ്ങളുടെ തലയുണ്ടല്ലോ, ആ തല 100 കൊല്ലം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവും? ആലോചിച്ച് നോക്കിയാട്ടെ, പേടിയാവും. 100 കൊല്ലം കഴിഞ്ഞാൽ ഈ തലയെ പിടി ഉണ്ടാവും. നമുക്കൊരു പിടി ഉണ്ടാവും. എവിടെയുള്ളു ആ തല ഉണ്ടാവുക? 100 കൊല്ലത്തേക്കേ ഇതുള്ളൂ. 100 കൊല്ലം പറഞ്ഞിട്ട് കുറേ ആൾക്ക് മനസ്സിൽ ലഡുപൊട്ടി. എടാ 100 കൊല്ലം ഇനിയും നിൽക്കുമോ? ഇല്ല, കൊച്ചു കുട്ടികളിലുണ്ടായ 100ൻ്റെ കണക്ക് പറഞ്ഞേ. ഇത് കഴിഞ്ഞ തീർന്നില്ലേ? തിലകം ചാർത്തി ചികിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ ഉലകം വെല്ലാൻ ഉഴറിയ നീയും വില പിടിയാതൊരു തലയോടായി മാറും. അല്ലേ? മാറുമല്ലോ. ഇത് അസത്ത. പക്ഷേ എന്നിലും നിന്നിലും ഈ പ്രപഞ്ചത്തിലെല്ലാം കുടികൊള്ളുന്ന ഒരു സത്ത്, ആ സത്ത് എൻ്റെ ഉള്ളിലുണ്ട്. ഇതിന് വില. സ്കൂളിലേക്ക് പുറപ്പെട്ട ഒരാള്, കുട്ടിയുടെ കൊച്ചുമോള് ഡാൻസ് കാണാൻ വേണ്ടി പുറപ്പെട്ട ഒരാള്, അപ്പോൾ വരാൻ നോക്കുമ്പോഴാണ് പെട്ടെന്നൊരു ക്ഷീണം വന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു. സംഭവം പോയി. ആള് പോയി. അപ്പോൾ ഉടനെ പറയാ, അയ്യോ ഏതായാലും കൊച്ചുമോളുടെ ഡാൻസ് കാണാൻ പുറപ്പെട്ടല്ലേ, അവർ അവസാനത്തെ ആഗ്രഹമായിരുന്നില്ലേ, നമ്മൾ എടുത്തിട്ട് അവിടെ കൊണ്ടേ വെക്കാന്ന് പറഞ്ഞിട്ട് ബോഡിയുടെ കൊണ്ടേ വെക്കുവോ? സത്തങ്ങ് പോയാൽ പിന്നെ ആ ബോഡിയാ ഇവിടെ കൊണ്ടേ വെക്കുവോ? ഇല്ല, അത് അസത്ത. ഇതിനുള്ളിലൊരു സത്തുള്ളത് കൊണ്ടാണ് നമുക്ക് വില. സത്തിനോട് ചേർന്ന് നിൽക്കുന്നത് മാത്രമാണ് വിലയുണ്ടാവൂ. തിക്കുറിശി സുകുമാരനാരെ അറിയാവോ? നല്ല നടനാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം നല്ല പാട്ട് എഴുതും. അദ്ദേഹം എഴുതിയൊരു സുന്ദരമായ പാട്ടുണ്ട്, ഭാര്യയുടെ മുടിയെ വർണ്ണിച്ചിട്ട് ഭർത്താവ് പാടുന്ന പാട്ട്. കാർ കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം, നിന്റെ വാർ നെറ്റി തടത്തിനെന്തിനു സിന്ദൂരത്തിലകം. ഭാര്യയുടെ മുടിക്ക് വാസന തൈലോ ഹെയർ ഓയിലൊന്നും വേണ്ട, നല്ല സുഗന്ധമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മുടിയെ പുകഴ്ത്തിയിട്ട് ഒരാൾ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭർത്താവിനൊരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ആ സ്പെഷ്യൽ ഭക്ഷണം ഭർത്താവ് വാരി തിന്നുമ്പോൾ നേരത്തെ വർണ്ണിച്ചതായിരുന്നു വലിയെന്ന് ഒന്ന്. ആ മുടി ഭക്ഷണത്തിൽ കിട്ടിയാൽ കാർ കൂന്തൽ കെട്ടിനെന്തിന് പറയോ?
ഈ സത്തിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ആ തലമുടിക്ക് സ്റ്റൈലും മൂല്യവും ഉണ്ടാവുന്നത്. സത്തിൽ നിന്ന് വേർപെട്ടാൽ അത് അസത്താണ്. ചില കുട്ടികളുടെ നഖം കണ്ടിട്ടുണ്ടോ? എന്തൊരു സ്റ്റൈലായിട്ടാണ് അത് നെയിൽ പോളിഷ് ഇട്ട് പുതുക്കി പുതുക്കി വെച്ചിരിക്കുന്നത്. ആ നഖം നീളം കൂടുമ്പോൾ കട്ട് ചെയ്ത് മാറ്റുമല്ലോ. ആ മാറ്റിയ നഖം എൻ്റെ പുന്നാര നഖം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പഴയ ഹോർലിക്സിൻ്റെ കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല. ഈ സത്തിൽ നിന്ന് വേർപെട്ടാൽ അത് അസത്താണ്, അല്ലേ? വായക്കകത്തുള്ള ഉമിനീര് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ചവച്ചരച്ച് വയറ്റിലേക്ക് വിഴുങ്ങുന്ന വിശുദ്ധ പുണ്യജലമാണ്. പക്ഷെ അത് വായക്ക് പുറത്തു വന്നാലോ അത് അസത്താണ്, തുപ്പലാണ്. ഈ സത്ത് എല്ലാവരിലുമുള്ള ഒരു ഒറ്റ സത്താണ്. ആ സത്തങ്ങ് പോയാൽ തീർന്നു നമ്മളെ കാര്യം. ഇതിൻ്റെ ഉള്ളിലുള്ള സത്ത്, ആ സത്തിനെ കണ്ടെത്തലാണ് പ്രധാന ജോലി. ഈ കാര്യം മലയാളികൾക്കല്ല അറിയാം. മലയാളികൾക്കല്ല അറിയാം, നമ്മൾ അണ്ണന്മാർക്ക് തമിഴന്മാർക്കറിയാം. അതുകൊണ്ടാണ് അവരുടെ ഉള്ളിലുള്ള ജീവൻ പോയാൽ അവർ പറയാ സത്ത് പോയാച്ച് എന്നാ. സത്ത് പോയാച്ച് എന്ന് പറയും അവര്, ഇല്ലേ? നമ്മളത് ചത്തുപോയി എന്നാക്കിയതാ പറ്റിയത്. ഈ സത്തിനെ തേടുക, ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഏത്? ഈ ജീവന്റെ പ്രപഞ്ചത്തിലുള്ള നിലനിൽപ്പിനെ പറ്റിയിട്ട് പക്ഷിമൃഗാദികൾക്കൊന്നും അറിയില്ല. അവർക്ക് ജീവൻ എന്താ, ശരീരം എന്താണെന്നറിയില്ല. നമുക്ക് ജീവനെ അറിയാം, ശരീരത്തെ അറിയാം. ഈ പ്രപഞ്ചത്തിനൊരു സത്യമുണ്ട്, ആത്യന്തിക സത്യം. ആ സത്യത്തിന് അടുത്തെത്തിയവരാണ് പ്രവാചകന്മാരാവുന്നത്. ആ സത്യത്തെ തേടുക, പുതിയ പുതിയ സത്യങ്ങൾ അന്വേഷിക്കുക. ആത്യന്തികമായ ഒരു സത്യമുണ്ട്. നമ്മൾ അർദ്ധസത്യങ്ങളും ആപേക്ഷിക സത്യങ്ങളും അസത്യങ്ങളുമാണ് കാണുന്നത്. ഈ ആത്യന്തികമായ സത്യം അന്വേഷിക്കുവാനുള്ള മനുഷ്യന്റെ ബുദ്ധിയെ വിളക്കി 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 കടഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയുക. മനസ്സിലായോ? സത്യം അന്വേഷിക്കുവാനുള്ള പ്രക്രിയ കടഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയുക. അതായിട്ട് അതിൻ്റെ വിശാലമായി കാണണം നിങ്ങൾ. അതുകൊണ്ട് നിരന്തരം ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് മനസ്സാകുന്ന പത്മതീർത്ഥമേ ഉണരൂ. അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വര ഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം സത് സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എന്താ ഈ മന്ത്രത്തിന്റെ അർത്ഥം? ആ മന്ത്രം അവസാനിക്കുന്നത് ധിയോ യോ ന പ്രചോദയാത്. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും എന്നാണ്. ആ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമാണ്, ആ പ്രകാശം ചൊരിയുന്നവരാണ്, ആ പ്രകാശത്തെ ഫോക്കസ് ചെയ്യുന്നവരാണ് അധ്യാപകർ. അത്തരത്തിൽ പുതിയ പുതിയ അറിവിൻ്റെ സത്യത്തിൻ്റെ പ്രകാശത്തെ ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രകാശത്തിൻ്റെ ഉറവിടമാണ് 110 kV സബ്സ്റ്റേഷനാണ് ഒരു വിദ്യാലയം. പ്രകാശത്തിൻ്റെ ഉറവിടം മനസ്സിലായോ? വിദ്യുച്ഛക്തി, വിദ്യയെ ബൂസ്റ്റ് ചെയ്തിട്ട് സംപ്രേഷണം ചെയ്യുന്ന ഇടമാണല്ലോ സബ്സ്റ്റേഷൻ. ആ സബ്സ്റ്റേഷനാണ് ഒരു വിദ്യാലയം. അവിടെ വരുന്ന കുട്ടി പാഠപുസ്തകങ്ങൾ നോക്കി പഠിക്കുകയും അവിടുന്ന് കുറേ പരീക്ഷ എഴുതുകയും ആ പരീക്ഷയിൽ വിജയം നേടുകയും ചെയ്താൽ മാത്രം ആ കുട്ടി നല്ല കുട്ടിയാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഒരു റാങ്കും കിട്ടാത്ത, ഒരു പരീക്ഷയിലും സമ്മാനം കിട്ടാത്ത ഒരു കുട്ടിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ജീവിതം നയിച്ചവൻ, മഹാത്മാഗാന്ധി. അദ്ദേഹം ഒരു പരീക്ഷയിൽ റാങ്ക് വാങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈൽ നന്നായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ബോഡി ഷേപ്പ് നന്നായിരുന്നില്ല. നമ്മുടെ കോളേജുകളിലെ യൂണിഫോം, നല്ല ഷർട്ട്, നല്ല കോട്ട്, നല്ല പാൻറ്, ഇതൊന്നും കൊണ്ടല്ല മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവാക്കിയത്. അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും നല്ല A+ ആണ്. എങ്ങനെയാണ് ഗാന്ധി A+ ആയത്? നമ്മുടെ കുട്ടികൾക്കെല്ലാം A+ വേണമല്ലോ, എന്നാൽ പ്ലസ് ആണല്ലോ എവിടെയും. ഗാന്ധി A+ ആയത് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രം ഗാന്ധിയുടെ പേരിൽ. നമ്മൾ പേരിൽ എന്തിരിക്കുന്നു എന്ന് വിചാരിക്കും, പേരിലല്ല അർത്ഥമുണ്ട്, ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിസാമിയ എന്നതിൻ്റെ അർത്ഥം പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ സിംഫണി എന്നതിൻ്റെ അർത്ഥം പറഞ്ഞത്. വാക്കുകൾക്കെല്ലാം അർത്ഥമുണ്ട്. ആ അർത്ഥത്തിനനുസരിച്ച് ജീവിച്ചിട്ടില്ലേ അനർത്ഥമാകും.
അർത്ഥത്തിനനുസരിച്ച് നമ്മുടെ കുട്ടികൾ പാടുന്ന പാട്ടുകളുടെ അർത്ഥം എന്തെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താത്തതിൻ്റെ ദുരന്തം കുറച്ച് കഴിയുമ്പോഴാണ് കുട്ടികളുടെ മനസ്സിൽ ഇത് പാടിപ്പാടിയിട്ട് അത് കുട്ടി അതായി മാറുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ 15 കൊല്ലത്തിനിടയിൽ കുട്ടികൾ, കേരളത്തിലെ യുവാക്കൾ ഏറ്റവും കൂടുതൽ പാടിത്തുള്ളിയ ഒരു പാട്ടിൻ്റെ ദുരന്തം ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുക. അറിയുമോ? കഴിഞ്ഞ 15 കൊല്ലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ കോളേജുകളിൽ, ഗാനമേളകളിൽ, DJ പാർട്ടികളിൽ പാടിയ പാട്ട് ഏതാന്ന് ഞാൻ പറയട്ടെ. ബാംഗ്ലൂർ ഡേയ്സിലെ തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. അതിൻ്റെ അർത്ഥം ആരെങ്കിലും പറഞ്ഞാൽ 100 റുപ്യ ഇപ്പം തരും, 500 റുപ്യ തരും. മാംഗല്യം തന്തുനാനേന ജീവിതം തുന്തനാനേന, ഇതിൻ്റെ അർത്ഥം ആരെങ്കിലും പറഞ്ഞാൽ ഇപ്പം 500 റുപ്യ തരും. അർത്ഥം ചിന്തിച്ചിട്ടില്ല, ഇവിടെ വന്ന് പറയണം. പക്ഷെ അതിൻ്റെ അർത്ഥം കുട്ടികൾക്ക് ഇവിടെ മനസ്സിൽ അറിയാണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാംഗല്യം എന്ന് പറഞ്ഞാൽ വിവാഹം. നമ്പൂതിരിമാരുടെ കാർമ്മികത്വത്തിൽ വിവാഹം കഴിക്കുമ്പോൾ ഈ താലികെട്ട് വിവാഹം, ഗാന്ധർവ വിധിപ്രകാരം വിവാഹം, പുടവ കൊടുക്കൽ വിവാഹം, പാണിഗ്രഹണ വിവാഹം എന്നൊക്കെ പല വിവാഹങ്ങളുണ്ട്. അതിൽ താലികെട്ട് വിവാഹത്തിന് അവർ ചൊല്ലുന്ന മന്ത്രമാണ് മംഗല്യം തന്തുനാനേന എന്ന് പറഞ്ഞാൽ താലി കെട്ടിയിട്ടുള്ള കല്യാണമാണ്. പക്ഷേ ഇങ്ങനെ ആചാരപ്രകാരം കല്യാണം കഴിച്ചാൽ പിന്നെ ജീവിതം തുന്തനാനേന, തൊലഞ്ഞു പോകുന്ന. അതുകൊണ്ട് കല്യാണം എന്ന പരിപാടി വേണ്ട. ഇതാണ് ഈ പാട്ടിൻ്റെ സന്ദേശം. പിന്നെന്താ? താലി വേണ്ട, മാല വേണ്ട, പന്തൽ വേണ്ട, നിശ്ചയം വേണ്ട, നിക്കാഹ് വേണ്ട, ഒന്നും വേണ്ട. ഒരാണും പെണ്ണും ഇഷ്ടപ്പെട്ടാൽ, ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയും ഇഷ്ടപ്പെട്ടാൽ, അവർ രണ്ടുപേരും എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് എടുക്കുക, ഒരു വാടക റൂം എടുക്കുക, അവിടെ കൂടുക, എന്നിട്ട് ഇണചേർന്ന് രമിക്കുക. കുറേ കാലം കഴിഞ്ഞിട്ട് വേണ്ടാന്ന് തോന്നുമ്പോൾ രണ്ടും 2 വഴിക്ക് പോവുക. അതിലുണ്ടാകുന്ന മക്കളെ ഓൻ്റെ അച്ഛൻ നോക്കുവോ? ആര് നോക്കും? ഞാൻ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഒരു മീറ്റിംഗ് പറഞ്ഞു, നിങ്ങൾ അടുത്ത് തന്നെ പ്രൊജക്റ്റ് വെക്കേണ്ടി വരും. ലിവിങ് ടുഗദറിലെ കുട്ടികൾക്ക്, അനാഥ കുട്ടികളെ പോറ്റാൻ. ഈ കുട്ടികളെ നോക്കാൻ ആര്? കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, മക്കൾ, അപ്പൂപ്പൻ, അമ്മൂമ്മ, അമ്മായി, അമ്മാവൻ, ഇതൊന്നും ഇല്ല. പിന്നെ മനുഷ്യരാവോ? മൃഗങ്ങൾ അങ്ങനെ ജീവിക്കുന്നില്ല ഇണ ചേർന്നിട്ട്. മനുഷ്യന്റെ വ്യത്യാസം എന്താ? ഒരു വാഴക്കന്ന് പൊരിച്ചു നട്ടാൽ ഒരു വാഴക്കന്നും തൻ്റെ തള്ളവാഴയെ പറ്റി ചിന്തിക്കാറില്ല. ഒരു പശു പ്രസവിച്ചാൽ മുലയൂട്ടുന്നത് വരെയേ ആ അമ്മയെക്കുറിച്ച്, തള്ളയെക്കുറിച്ചിട്ട് ആ പശുക്കുട്ടിക്ക് ചിന്തയുണ്ടാവും. പിന്നെ ആ പശുക്കുട്ടി തൻ്റെ അമ്മ ഭക്ഷണം കഴിച്ചോന്ന് ബേജാറാവാറില്ല. തൻ്റെ അമ്മയുടെ അമ്മ സുഖമായി ജീവിക്കുന്നൊന്നും അന്വേഷിക്കാറില്ല. അതുകൊണ്ടാണ് അവരെ മൃഗങ്ങളെന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യരാവുന്നത് എപ്പോഴാ? അച്ഛൻ, അമ്മ, സഹോദരൻ, അമ്മായി, അമ്മാവൻ, ഈ സ്നേഹബന്ധങ്ങളും അതിൻ്റെ ആർദ്രതയും ഇല്ല. പിന്നെ എന്തും മനുഷ്യനാ നമ്മൾ? അതൊന്നും വേണ്ട. ഈ പാട്ടിൻ്റെ മെസ്സേജ് അതാ. അതിപ്പോൾ നിങ്ങൾ നോക്കൂ, പുതിയ കഴിഞ്ഞ ദിവസം ഒരു പഠന റിപ്പോർട്ട് വന്നു. കേരളത്തിലെ പെൺകുട്ടികൾ ഇപ്പോൾ പലതും പറയാ, കല്യാണം വേണ്ട, കല്യാണം വേണ്ട. അവർ പറയുന്ന ന്യായം എന്താണെന്നറിയോ? ഇപ്പം അച്ഛനും അമ്മേനെയും പറയുന്നത് കേട്ടിട്ട് നടക്കുന്നു. ഇനിയിപ്പോൾ ആരാൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. അതാ പുതിയ ഫിലോസഫി. ഏതോ ഒരുത്തൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. അപ്പം ഈ വിവാഹമെന്ന് പറയുന്ന ഏതോ ഒരു വീട്ടിൽ പോയിട്ട് അടിമപ്പണിയെടുക്കലാണെന്ന തെറ്റിദ്ധാരണ ഈ പുതിയ കാലഘട്ടത്തിലും കുട്ടികൾക്ക് തിരുത്താൻ പറ്റിയിട്ടില്ല. ഒരു വിവാഹമെന്ന് പറയുന്നത് 2 സംസ്കാരങ്ങളുടെയും 2 വികാരങ്ങളുടെയും 2 പ്രതിഭാസങ്ങളുടെയും സംഗമമാണെന്നും അതിലൂടെ ഉണ്ടാകുന്നത് ഒരു തീസിസ് ആൻഡ് ആൻറ്റി തീസിസ് കൂടിയിട്ട് ഒരു സിന്തസിസ് ഉണ്ടാവുന്ന ഒരു പുതിയ കുഞ്ഞിനെ, ഒരു സംസ്കാരത്തെ സൃഷ്ടിക്കുന്ന മഹത്തായ കാര്യമാണ് വിവാഹമെന്നും പരിപാവനമാം വിവാഹമേ ഇതിൻ്റെ അടുത്തെന്ന് എഴുതി വെച്ചതാ. ഈ പോത്തങ്കോടിലേക്ക് വരുന്ന വഴിയിലല്ലേ തോന്നക്കല് അല്ലേ? ആ തോന്നക്കൽ ഒരു പുല്ല് വീടുണ്ട്. ആ ഇപ്പോഴും പുല്ലായിട്ട് നിൽക്കുന്ന വീടുണ്ട്. ആ വീട്ടിൽ രാമേന്ദ്ര സാറിൻ്റെ ഒരു പരിപാടിക്ക് വരുമ്പോൾ ഞാൻ ആ വീട്ടിൽ പോയിട്ട് കുറേ നേരം ഇരുന്നു. ആ പുല്ല് കൊണ്ട് മേഞ്ഞ ആ വീട്ടിൽ ഇരുന്നിട്ട് ഒരു മനുഷ്യൻ എഴുതി, പരിപാവനമാം വിവാഹമേ ശ്രുതിമന്ദാര മനോജ്ഞ പുഷ്പമായി ക്ഷിതിയിൽ കുളിരേകി നിന്ന നിന്റെ ഗതി കാൺകയത്രയധപ്പതിച്ചു നീ. ചിന്താവിഷ്ടയായ സീത എഴുതിയ സ്ഥലമാണിത്, കുമാരനാശാൻ. മനസ്സിലായോ? വിവാഹം എന്ന് പറയുന്നത് ഒരു കുടുംബ ബന്ധത്തിൻ്റെ കണ്ണിയാണ്, അടിത്തറയാണ്. അത് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ മൃഗങ്ങളെപ്പോലെ ജീവിക്കുക എന്നാ. അതുകൊണ്ട് അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ അനർത്ഥത്തിലേക്ക് പോകും.
അതുകൊണ്ട് കുട്ടികൾ പാടുന്ന പാട്ടിൻ്റെ, പറയുന്ന വാക്കുകളുടെ അർത്ഥത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകണം. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ പേരിൻ്റെ അർത്ഥം അറിയണം. എന്താണ് മഹാത്മാഗാന്ധി? എപ്പോഴാണ് പ്ലസ് ആവുന്നത്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. എന്താണ് ഈ കരംചന്ദ് ഗാന്ധി? കർമ്മവും ചിന്തയും ചാലിച്ചു ചേർത്ത ഗാന്ധിയാണ്. കർമ്മം ഇങ്ങനെ വരക്കാം. കർമ്മം ഭൂമിയുടെ ഉപരിതലത്തിലാണ് കർമ്മം. ഇങ്ങനെയാണ്, എക്സ് ആക്സിസിലാണ് കർമ്മത്തെ വരക്കുക. ചിന്ത ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ചിന്തയാണ്. ദൈവത്തിൻ്റെ വരദാനമെന്ന് പറയുന്നത് ചിന്തയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ പാടിയത്, ആ പുൽക്കൂടിൽ വെച്ച് എഴുതിയത്, ചിന്തയാമണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്ത മേലെ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നതാണ് ചിന്ത. ആ ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് ക്രോസ് ചെയ്യണം. ദൈവചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയാണ് ഈ കുരിശ് വരക്കൽ. മനസ്സിലായോ? ഇങ്ങനെയും വരക്കുന്നില്ലേ? പലരും വിചാരിച്ചത് യേശുവിനെ തറച്ചത് കുരിശാന്ന. ആ കുരിശല്ല ഇത്. ദൈവകടാക്ഷം എൻ്റെ ഹൃദയത്തിൽ ക്രോസ് ചെയ്യണം. അതാ ഈ കുരിശ് വരക്കുന്നതിൻ്റെ അർത്ഥം. ആ ചിന്തയുണ്ടാവണം. ഈ ചിന്തയാണ് പ്രധാനം. കർമ്മം എക്സ് ആക്സിസും ചിന്ത വൈ ആക്സിസും. അപ്പോൾ ഇങ്ങനെയും വരച്ചാൽ അതിനെയാണ് പ്ലസ് എന്ന വാക്കിൻ്റെ അർത്ഥം. പിടികിട്ടിയോ? പ്ലസ് വേണ്ടേ? തൻ്റെ പ്രവൃത്തിയും ചിന്തയും കണക്ട് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം. ഇത് രണ്ടും കണക്ട് ചെയ്യാതെ ചില കുട്ടികൾ വെറും ചിന്ത മാത്രം, ചില കുട്ടികൾ വെറും കർമ്മം മാത്രം. ഇതിനെ രണ്ടും കണക്ട് ചെയ്യുന്നതിനെയാണ് മനുഷ്യൻ. ആന തടി വലിക്കുമ്പോൾ എന്തിനാ തടി വലിക്കുന്നതെന്ന് ആനക്കറിയില്ല. അതിനെ അടിച്ച് പഠിപ്പിച്ചത് കൊണ്ട് അതിൻ്റെ കർമ്മം അത് ചെയ്യുന്നു. കാള വയലിൽ നുകം വലിക്കുമ്പോൾ ആ കാളയ്ക്ക് ഇത് മണ്ണളക്കാനും അതിൽ വിത്തിടാനും അതിൽ നെല്ല് മുളപ്പിക്കാനുമാണ് എന്നൊന്നുള്ള ചിന്ത അതിനില്ല. അതിന് കർമ്മമേ ഉള്ളൂ. മനുഷ്യൻ്റെ കർമ്മവും ചിന്തയും കൂട്ടിച്ചേർക്കുമ്പോഴാണ് അവൻ പ്ലസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആദ്യം വേണ്ടത് നിങ്ങളുടെ കുട്ടികളുടെ മനസ്സിൽ ചിന്തയുടെ വിത്തുകൾ മുളപ്പിക്കുക എന്നതാണ്. ആ ചിന്തയുടെ വിത്ത് മുളപ്പിക്കണമെങ്കിൽ ആ മണ്ണൊരുക്കണം ആദ്യം. ഇങ്ങനെയാണ് മണ്ണൊരുക്കുക. മനസ്സിൻ്റെ മണ്ണൊരുക്കണം. മനസ്സിൻ്റെ മണ്ണൊരുക്കണമെങ്കിൽ അത് സോഫ്റ്റനാവണം, അത് മൃദുലമാവണം. പാറയിൽ വിത്തിട്ടാൽ മുളക്കില്ല. അവൻ്റെ ഹൃദയം സർഗാത്മകമാവണം. ആ സർഗാത്മകതയുടെ അടിത്തറയുണ്ടാകുവാനാണ് സംഗീതം, സാഹിത്യം, നൃത്തം, വാദ്യം, താളം എല്ലാം വേണം. അതെല്ലാം വേണം. ലോകത്തിലുള്ള മനുഷ്യരുടെ മുഴുവൻ താളബോധത്തെ കണക്ട് ചെയ്തിട്ട് ഒരു മനുഷ്യന്റെ പിറകിലൂടെ സഞ്ചരിച്ചല്ലോ. അങ്ങനെ തബല പെരുക്കണ ആ കൈകളുടെ പിറകെ സഞ്ചരിച്ച മനുഷ്യനാണ് ഇന്നലെ മരണപ്പെട്ടു പോയ സക്കീർ ഹുസൈൻ. അദ്ദേഹത്തിൻ്റെ മുന്നിൽ, ആ മഹാമനീഷിയുടെ മുന്നിൽ ഞാൻ തലകുലിച്ച് പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. അദ്ദേഹം ഇന്ന് പുലർകാലയാണ് മരണപ്പെട്ടത്. ഇന്നലെ മരിച്ചു എന്ന് പറഞ്ഞു, പിന്നെ മരിച്ചില്ല എന്ന് പറഞ്ഞു, ഇന്ന് രാവിലെ വീണ്ടും മരിച്ചെന്ന് പറഞ്ഞു. അത്ഭുതങ്ങളാണ്. ഈ ലോകത്തെ മാറ്റിയതാരാ? ഇത്തരത്തിലുള്ള സർഗാത്മകതകളാണ്. നാദം ലോകത്തിനെ മാറ്റിയതിൽ ഗൾഫ് നാടിലുള്ള മുഴുവൻ മനുഷ്യർക്കും ഭ്രാന്തായി മരിച്ചു പോകുമെന്നൊരു ഒരു ദിവസം വന്നിരുന്നു. അറിയുമോ? ഭ്രാന്തായി മരിച്ചു പോകുന്നൊരു ദിവസം. കാരണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞ ദിവസം അന്നത്തെ അവിടുത്തെ ആളുകൾ പറയുന്നത്, അത് വിശ്വസിക്കാനാവാതെ, ഒന്ന് കരയാതെ, ഒന്നും മിണ്ടാതെ എല്ലാവരും സ്തംഭിച്ചു നിന്നിട്ട് ഭ്രാന്തളകുമായിരുന്നു. ആ ഭ്രാന്തിൽ നിന്ന് അവരെ മോചനം നടത്തിയത്. അവരൊന്ന് പൊട്ടിക്കരയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്കെല്ലാം ഭ്രാന്താകുമായിരുന്നു. അവരിങ്ങനെ നിൽക്കുക, വിശ്വസിക്കാൻ പറ്റാതെ മരവിച്ച് നിൽക്കുകയാണ് എല്ലാവരും. ആ മരവിച്ച് നിൽക്കുമ്പോഴാണ് നബിയുടെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരിക്കുന്ന ഒരു ആഫ്രിക്കക്കാരനുണ്ട്, കാപ്പിരിയാൻ. അവൻ്റെ പേര് ബിലാൽ എന്നാണ്. ആ ബിലാൽ പള്ളിയിൽ കയറിയിട്ട്, മദീനയിലെ പള്ളിയിൽ കയറിയിട്ട് ഒരു ബാങ്ക് വിളി നടത്തി. ആ ബാങ്ക് വിളിയുടെ ദീനമണിസ്വരമാണ്. മദീന നിവാസികളെല്ലാം തന്നെ പൊട്ടി കരഞ്ഞു ആ ബാങ്ക് വിളി കേട്ടിട്ട്. ആ കരഞ്ഞപ്പോൾ അവരുടെ വികാരങ്ങൾ, ദുഃഖങ്ങളൊക്കെ അണപൊട്ടി ഒഴുകിയത് കൊണ്ട് അവരെല്ലാം രക്ഷപ്പെട്ടു. അതിനെക്കുറിച്ചിട്ട് ഒരു പാട്ടുണ്ട്. കുറേ കാലമായിട്ട് കേരളത്തിൽ പാടുന്ന ഒരു പാട്ടുണ്ട്, യേശുദാസ് പാടിയ പാട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചോ?
ബിലാൽ എന്ന് പറയുന്ന നബിയുടെ ശിഷ്യന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? ശിഷ്യനെ പറ്റിയിട്ടുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? ബിലാലിനെ പറ്റി കാലപ്പഴക്കത്താൽ മായ്ക്കാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കൊലികൾ? ഖുറാന്റെ കുളിരിടും വാക്യങ്ങളെന്നുമേ കരളിലെ കറകൾ കഴുകിടുന്നു. 1000 കാതം അകലെയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന, അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാ മാർവാമലയുടെ ചോട്ടിൽ സാഫല്യം തേടി നേടിയോരെല്ലാം എന്ന പാട്ട് കേട്ടില്ലേ? അതിൽ ബിലാലിൻ്റെ സുന്ദര ബാങ്കുലികൾ. എത്ര കാലങ്ങൾ ഈ പാട്ടുപാട് കേൾക്കുന്നു. എന്തെന്നാൽ ബിലാലിൻ്റെ ബാങ്കുലിയുടെ പ്രത്യേകത അന്വേഷിച്ചോ? ഇല്ല. അതല്ല, ആരാ അന്വേഷിക്കും? നമുക്കെന്താ വേണ്ടേ? നമുക്ക് വാട്സപ്പിൽ ലൈക്ക് ഉണ്ടെന്ന് നോക്കണം, നമുക്ക് ചോറിന് കറി ഉണ്ടെന്ന് നോക്കണം, ഏടിയ പുതിയ പുതിയ ഹോട്ടലെന്ന് നോക്കണം. എന്താ നമ്മുടെ രാജ്യം? ഈ ധിയോയോന പ്രചോദയാത്, ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും. ഇതാണ് ആദ്യത്തെ പ്രാർത്ഥന ഗായത്രി. ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും, ഈ ഉർവിയെ വരേണ്യമാക്കുന്ന പ്രകാശമേ വന്നാലും, സവിതോർ വരേണ്യം, ഈ ഉർവിയെ വരേണ്യമാക്കുന്ന പ്രകാശമേ വന്നാലും. ആ പ്രകാശം, സൂര്യന്റെ പ്രകാശമാണ് ഈ ഭൂമിയിൽ ഉർവരതയുണ്ടാക്കിയത്, അല്ലേ? ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന വാക്കുകളും എവിടെ നിന്ന് കിട്ടി? ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന വാക്കുകളുടെ ശബ്ദം എനിക്ക് ആ സൂര്യന്റെ പ്രകാശത്തിൽ നിന്ന് ലഭിച്ചതാണ്. കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ ഉദിച്ച സൂര്യപ്രകാശമാണ് എൻ്റെ ശബ്ദം. ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി, ഫോട്ടോസിന്തസിസ് നടത്തി, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി, അന്നജമുണ്ടാക്കി, നെല്ലിൻ്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോൾ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ല് കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദ് ട്രെയിനിൽ കയറി സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹിപ്പാലം കഴിഞ്ഞ് തലശ്ശേരിക്കപ്പുറത്ത് മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിൽ കൊണ്ടുവന്ന് അവിടുന്ന് കൂത്തുപറമ്പിൽ നിന്ന് മാനന്തവാടിക്ക് പോകുന്ന വഴിയിൽ ചിറ്റാരിപ്പറമ്പിൽ എൻ്റെ നാട്ടിലുള്ള റേഷൻ കടയിൽ കൊണ്ടുവന്ന് അരി എൻ്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് ചൂട്ടാ 2 ദോശ പൊതിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നത്. മാവേലി എക്സ്പ്രസിൽ നിന്ന് ഇന്നലെ രാത്രി തിന്ന ആ ദോശയുടെ ഊർജമാ എൻ്റെ തൊണ്ടയെന്ന് കേൾക്കുന്ന ഈ ഒച്ച. ധിയോയോന പ്രചോദയാത്. ആ സൂര്യൻ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും എല്ലാം ഒറ്റ സൂര്യൻ്റെ പ്രകാശമല്ലേ? പിന്നെ എന്തിനാ രണ്ടുണ്ടെന്ന് ചിന്തിക്കുന്നത്? ഒറ്റ സൂര്യൻ്റെ ഊർജമാണ്ടാണ് ഈ ഭൂമിയിലുള്ള സകല ആളും. ആ ഒറ്റ സൂര്യൻ്റെ ഊർജം ആയതുകൊണ്ടാണ് അറബിയിലെ അക്കം 10 അല്ലേ? അറബിയിൽ 10ാമത്തേനല്ലേ 0 മലയാളത്തിലെ അക്കം 10. 1 കഴിഞ്ഞാൽ 10ാമത്തേനെ 0, 2 10, 20, അടുത്ത 0 20, 30, 40, 10. ഇനി 10ന്റെ കൂടെ 1 0 ഓടിക്കണമെങ്കിൽ ഗുണിക്കണം 10. 10 നമ്മുടെ കണക്ക്. അതുകൊണ്ടാണ് നമ്മൾ പൈസ കൂട്ടി വെക്കുന്നതിന് സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്ത് അല്ലേ? സമ്പത്ത്. 10 കൂട്ടി വെക്കാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പെട്ടിയുണ്ട്. അതിൻ്റെ പേര് 10,000 എന്നാണ്. 10 മലയാളത്തിൽ. ഹിന്ദിയിലും 10. 1 10 100 1000 10. ഇംഗ്ലീഷിലും 10 തന്നെ. 1 10 100 1000. സംസ്കൃതത്തിലും 10 തന്നെ. 1 10 ഏകം ദശം ശതം സഹസ്രം അയുതം. അറബിയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഉഗാണ്ടയിലും ആഫ്രിക്കയിലും എല്ലാം 10. എന്തേ 10 ഒരു ഭാഷയിലും? ദൈവത്തിന് പല പേരുണ്ടല്ലോ പല ഭാഷകളിൽ. പക്ഷെ കണക്കല്ല എങ്ങനെ 10 വന്നു? 9ന്റെയോ 11ന്റെയോ 12ന്റെയോ കണക്ക് ഒരു ഭാഷയിലും ഇല്ല. എല്ലാ ഭാഷയിലും 10ാമത്തേന് മാത്രം എന്താ 0 ഇടുന്നത്? എന്താണ് ഈ 10ന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? ആർക്കും അറിയാവോ? അതിൻ്റെ ഉത്തരം സിമ്പിളാണ്. ഉത്തരം ലോകത്തിലുള്ള സകല മനുഷ്യനും അദ്ദേഹം ചിഹ്നം കാണിച്ചു.
ഒരാൾക്കെങ്കിലും മനസ്സിലായത് എല്ലാ മനുഷ്യരും എണ്ണാൻ പഠിച്ചത് സ്വന്തം വിരലിലാണ്. എല്ലാവർക്കും 10 വിരലാ. യഹോവ സൃഷ്ടിച്ച യഹൂദനും 10ആണ്, കർത്താവ് സൃഷ്ടിച്ച ക്രിസ്ത്യാനിക്കും 10ആണ്, ബ്രഹ്മാവ് സൃഷ്ടിച്ച ഹിന്ദുവിനും 10ആണ്, അള്ളാഹു സൃഷ്ടിച്ച മുസ്ലിമിനും 10ആണ്. എല്ലാത്തിനും 2 കണ്ണാണ്, എല്ലാത്തിനും ചെവി 2ആണ്, എല്ലാത്തിനും മൂക്കിന് 2 ദ്വാരമാണ്. എല്ലാ കോലും ഒരുപോലെ. ഏതെങ്കിലും ദൈവം സൃഷ്ടിക്കുമ്പോൾ മൂക്ക് വായൻ്റെ അടിയിലായി പോയിട്ടല്ലോ. ഒരേ ഷേപ്പിൽ നിർമ്മിക്കുമ്പോൾ ഇതെങ്ങനെ ഒത്തു വന്നു? ആലോചിച്ചിട്ടുണ്ടോ? യഹോവ സൃഷ്ടിച്ച യഹൂദന്മാരുടെ സോഫ്റ്റ്വെയർ ബ്രഹ്മാവിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തത്, ബ്രഹ്മാവ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഹിന്ദുക്കളെ ഉണ്ടാക്കിയിട്ട് അത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്തത് കണ്ടിട്ട് കർത്താവ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ക്രിസ്ത്യാനികളെ ഉണ്ടാക്കി. എന്നിട്ട് കർത്താവും അള്ളാഹുവും തമ്മിൽ പണ്ട് ഭയങ്കര കമ്പനിയാണ്, ഇപ്പം അടുത്ത കാലത്താണ് തെറ്റിയത്. അങ്ങനെ കർത്താവ് അള്ളാഹുവിന് അത് മെസ്സഞ്ചറിൽ അയച്ചു കൊടുത്തു. അങ്ങനെ അള്ളാഹു അത് ഡൗൺലോഡ് ചെയ്തിട്ട് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാരനാണ്. തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് വലത്തോട്ട് പോയാൽ, ഇപ്പം ഇങ്ങോട്ടല്ലേ ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തുള്ള ആൾ എഴുതി വെച്ചതാണ്, ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്തു വിളഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്തു മനുഷ്യവർഗം. ആ സ്ഥലത്തിന്റെ പേര് ഉള്ളൂരെന്നാ. ഉള്ളൂര് ഇവിടെയാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയതാണത്. മനസ്സിലായോ? സത്യം അന്വേഷിക്കുമ്പോൾ ഇതിൽ കണ്ടെത്തണം. എന്നിട്ടും പഠിപ്പ് കൂടുമ്പോൾ തമ്മിൽ വെറുപ്പ് കൂടുന്നുണ്ടെങ്കിൽ പഠിപ്പിനെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ? അറിവ് കൂടുന്നു, അറിവ് കൂടുമ്പോൾ എന്തോ തകരാറ്, വെറുപ്പ് കൂടുന്നു. എന്താ പ്രശ്നം? അതിൻ്റെ കാരണം നിങ്ങൾ അവരുടെ അറിവിന് അടിത്തറയായിട്ട് വേര് പിടിപ്പിക്കുവാൻ സർഗാത്മകത സൃഷ്ടിച്ചില്ല. നിങ്ങളുടെ കുടുംബം സർഗാത്മകമാണോ? നിങ്ങളുടെ വീട്ടിൽ വട്ടത്തിൽ ഇരുന്നിട്ട് ഒരു പാട്ട് പാടാറുണ്ടോ? ഒരു കവിത ചൊല്ലാറുണ്ടോ? ഒരു കഥ വായിക്കാറുണ്ടോ? ഒരു പുസ്തകം വായിക്കാറുണ്ടോ? അഥവാ വട്ടത്തിൽ ഇരുന്നിട്ടുള്ള ചർച്ച എന്താ? അതാരാ റോഡിലൂടെ പോകുന്നത്? അത് പഞ്ചായത്ത് മെമ്പറാ, ഒന്നിനും കൊള്ളൂല. പ്രസിഡന്റ് തീരെ അബദ്ധം. അതാരാ പോകുന്ന? ബഷീർ മഹാപോക്ക. അതാരാ കുഞ്ഞികൃഷ്ണൻ പോകുന്നു? കുഞ്ഞികൃഷ്ണൻ തീരെ പോക്ക. സബാസ്റ്റ്യൻ ഒന്നിനും കൊള്ളൂല. മന്ത്രിമാരെല്ലാം ഭക്ഷണം മാറി, MLA പോക്ക്, മുഖ്യമന്ത്രി പോക്ക്, പ്രധാനമന്ത്രി പോക്ക്, എല്ലാവരും പോക്ക്. ലോകത്തിൽ ഒരാളേ ഉള്ളൂ നല്ലേ. അതാരായിരിക്കും? ഞാൻ മാത്രം. ഇത് കേട്ട് കേട്ട് നമ്മുടെ കുട്ടികളിൽ അടിസ്ഥാനപരമായി നിങ്ങളുണ്ടാക്കിയ അടിസ്ഥാന ഭാവം ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പഠിപ്പിക്കുന്ന ഭീകരന്മാരായിട്ട് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും രക്ഷിതാക്കൾ മാറുന്നു. ഇതാ പ്രശ്നം. എല്ലാറ്റിൻ്റെയും ദോഷം പറയും. ഞാൻ തെളിവ് തരാം. ഇപ്പം ഞാൻ തെളിയിച്ചു തരാം. നമ്മുടെ പത്രങ്ങളിൽ ആക്സിഡന്റ് ആയത്, തൂങ്ങിച്ചത്തത്, കൊലപാതകം നടത്തിയത്, അടിപിടി കേസ്, പീഡന കേസ്, ഇതെല്ലാം വായിക്കലുണ്ട്. എന്നാൽ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് ഗൗരവതരമായിട്ട് എഴുതുന്ന പത്രത്തിൻ്റെ പേജാണ് എഡിറ്റോറിയൽ പേജ്. എഡിറ്റോറിയൽ പേജ്. ഈ എഡിറ്റോറിയൽ പേജ്, ഏതെങ്കിലും പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജ് വീട്ടിൽ കുടുംബത്തിൽ ഒന്നിച്ചിരുന്നിട്ട് ഒരു മാസത്തിനുള്ളിൽ ഒരു ദിവസമെങ്കിലും എഡിറ്റോറിയൽ പേജ് വായിച്ച രക്ഷിതാക്കളൊന്ന് കൈപൊക്കിയാട്ടെ. ആരെങ്കിലുണ്ടോ? ഒരാളില്ല. ഇപ്പൊ മനസ്സിലായോ ഭീകരന്മാരാ നിങ്ങൾ? തൂങ്ങിച്ചത്തവും കണ്ടുതുള്ളിയതും കൊലപാതകമല്ലേ വായിക്കുക? നല്ലത് വായിക്കോ? ഇല്ല. എന്നിട്ട് കുട്ടികളെ കുറ്റം. കുറെ മാമന്മാരിറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാരിൽ അങ്ങനെയാ ഇങ്ങനെ എന്തിനു കൊള്ളും? ഇത് പറയലുള്ള ഇവരുടെ പണി. ഇവർ ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ കുട്ടികൾക്ക് പോസിറ്റീവ്നെസ്, ഇത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ പഠിച്ച് പഠിച്ച് കുട്ടി പിന്നീട് എൻ്റെ ജാതി മാത്രം ശരി, എൻ്റെ മതം മാത്രം ശരി, എൻ്റെ ദൈവം മാത്രം ശരി, എൻ്റെ പാർട്ടി മാത്രം ശരി, എൻ്റെ രാജ്യം മാത്രം ശരി. ലോകത്തെ ഏറ്റവും നല്ല രാജ്യം ഏതാ? ഇന്ത്യ. കാരണം എൻ്റെ രാജ്യമായതുകൊണ്ട്. പാകിസ്ഥാൻകാർ പറയുന്നു എൻ്റെ രാജ്യമാണ് ഏറ്റവും നല്ലത്. അത് എൻ്റെ രാജ്യമായതുകൊണ്ട്. എന്തുകൊണ്ട് എൻ്റെത് നല്ലതായി? എൻ്റെതായതുകൊണ്ടല്ല നല്ലതാവുന്നത്. അതിൻ്റെ കാരണം കണ്ടെത്തണ്ടേ? ഇത് കൊണ്ട് കലാപങ്ങൾ ഉണ്ടാവുകയാണ്. ഈ ചർച്ചകളാണ്. എന്നാ വേറൊരു ചർച്ച എന്താ? ഒന്നിക്കൽ എല്ലാം മോശം, രണ്ടാമത്തത് ഇവൻ മോശ. 50-ൽ 45 മാർക്ക് വാങ്ങിയിട്ട് മകൻ വന്നാൽ 45-ന് ഒരു ഷെയ്ക്കൻഡ് കൊടുത്തിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. ഏതാ 5 തെറ്റിച്ചത്? അതാ അറിയേണ്ടത്. കിട്ടാത്ത 5-നാ വില, കിട്ടിയ 45-ന് വിലയില്ല അല്ലേ? കിട്ടിയ 45-ന് ഒരു വിലയില്ല, കിട്ടാത്ത 5-നാ വില. എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തൽ.
എപ്പോഴും ശപിക്കൽ, അപകർഷത, ഇല്ലകൾ കൂട്ടിയിട്ടാ രാവിലെ വിളിക്കുക. നെഗറ്റീവിൻ്റെ ചേർത്തിട്ടേ വിളിക്കൂ, പോസിറ്റീവ് ചേർത്ത് വിളിക്കൂ. രാവിലെ എന്താ? രാവിലെ തുടങ്ങും ഇല്ലകളുടെ വില്ല. ഇല്ലകൾ പൂക്കുന്ന വില്ലയല്ലേ? രാവിലെ തുടർന്ന് എണീക്കുന്നില്ലേ, പല്ല് തേക്കുന്നില്ലേ, കുളിക്കുന്നില്ലേ, ടോയ്ലറ്റിൽ പോകുന്നില്ലേ, ഇല്ലേ 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 എന്നാ ഇല്ല കൂട്ടിയിട്ടേ പറയൂ. രാവിലെ തന്നെ കുട്ടി കേൾക്കുന്ന ശബ്ദം എന്താ? രാക്ഷസീയതയാണ്. രാക്ഷസന്റെ ശബ്ദം അറിയാവോ? കാട്ടാളന്റെ ശബ്ദം അറിയാവോ? കാട്ടാളന്റെ ശബ്ദം അട്ടഹാസമാണ്. അതുകൊണ്ട് സപ്തസ്വരങ്ങളിൽ ആ ശബ്ദത്തിന് തന്നെ കാട്ടാള ശബ്ദം എന്നാ പേര്. സപ്തസ്വരങ്ങളിൽ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം. നിഷാദം കാട്ടാളന്റെ ഒച്ച. കാട്ടാളന് മെല്ലെ പറയാൻ അറിയില്ല. അട്ടഹാസ, ഏഹേ ഓഹോ. അതാണ് മനുഷ്യത്വം വന്നത് മെല്ലെ പറയാൻ തുടങ്ങിയപ്പോഴാ. സ്വരം ഒച്ചയെ നാദമാക്കിയപ്പോഴാണ് മനുഷ്യനുണ്ടായത്. ഏഹേ എന്ന അട്ടഹാസം മാറിയിട്ട് ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം ഞാൻ എന്ന് പാടാൻ മനുഷ്യനെ കഴിയൂ. എന്നാ നിങ്ങൾ രാവിലെ കുട്ടികളെ വിളിക്കുന്നത് നിഷാദമാണോ ഷഡ്ജമാണോ? സ്കൂൾ ബസ് വരേണ്ട സമയമായിട്ടും പയ്യൻ എഴുന്നേറ്റിട്ടില്ല, ഭക്ഷണമാണെങ്കിൽ ആയിട്ടില്ല. രാവിലെ തന്നെ നിഷാദല്ലേ, കാട്ടാളത്വമാണ് ഉണർത്തുന്നത്. കുട്ടികൾക്ക് നെഗറ്റീവ് ശബ്ദമാണ് കൊടുക്കുന്നത്. എപ്പോഴും പ്രാകും. ഇത് കേട്ട് കേട്ട് കുട്ടിക്ക് തോന്നും ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. അപകർഷതാബോധം. എന്നെ ഒന്നിനും കൊള്ളില്ല, നിങ്ങളെല്ലാം വലിയ ആളാ. അതാണ് ഈ അപകർഷതാബോധം. പണ്ട് പെൺകുട്ടിയൊക്കെ ആയിരുന്നു, നേരെ തിരിഞ്ഞു. ഇപ്പോൾ ഇക്കൊല്ലം തന്നെ ഒരു 200 സ്കൂളിൽ പോയിട്ടുണ്ട്. ആ സ്കൂളിൽ പോയിട്ട് ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ ആ ക്ലാസ്സിനെ പറ്റി 2 വർത്തമാനം പറയാൻ വേണ്ടി പറഞ്ഞാൽ പെൺകുട്ടികൾ നല്ല എനർജറ്റിക് ആയിട്ട് ഓടിക്കേ വരും. ആൺകുട്ടികൾ പ്ലാസ്റ്റിക് സഞ്ചി അടുപ്പിലിട്ട പോലെ വിളിക്കുമ്പോൾ ചുളുങ്ങിക്കൊള്ളും. ആൺകുട്ടികൾ വളരെ നെഗറ്റീവാണ്. അപകർഷതാബോധം അവർക്കാ കൂടുതൽ. പെൺകുട്ടികളാ എനർജറ്റിക്. ഇപ്പോൾ ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്ന മനോഭാവം. മൂന്നാമതൊരു ടീമുണ്ട് കേട്ടോ. അവര് ഈ ലോകം മുടിക്കും. അവരുടെ എണ്ണം കൂടുമ്പോഴാണ് കലിയുഗം ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ആരാത്? ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും പോക്കാ, നിങ്ങളും പോക്കാ, ലോകം മൊത്തം പോക്കാ. നന്നാവില്ല. ഈ 3 ഭാവങ്ങൾ മാറ്റിയിട്ട് അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളും ചെയ്യേണ്ടത് കുട്ടികൾ ഉണ്ടാകേണ്ട മനോഭാവം ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഞാനും കുഴപ്പമില്ല, നിങ്ങളും കുഴപ്പമില്ല, എല്ലാം നല്ലതാ, എല്ലാം നല്ലതാ. ഈ ലോകത്തിന് വ്യക്തികൾക്കൊക്കെ ചെറിയ തകരാറേ ഉണ്ടാവൂ. പക്ഷെ നമ്മൾ മുഴുവൻ നോക്കുക തകരാറില്ല, നെഗറ്റീവാ നോക്കുക. നിങ്ങൾ 9 വിരലിന് രത്നത്തിൻ്റെയോ പവിഴത്തിൻ്റെയോ സ്വർണത്തിൻ്റെയോ മോതിരിടുക. 9 വിരലിന് മോതിരിടുക. എന്നിട്ട് ഒരു വിരലിന് മാത്രം ബാൻഡേജ് ചുറ്റുക. എന്നിട്ടൊരു കല്യാണം വിട്ട് പോയോക്കട്ടെ. മോതിരൂട്ട വിരൽ ആരെങ്കിലും നോക്കുവോ? ഇല്ല. എല്ലാവരും എന്താ പറ്റിയെന്ന് ചോദിക്കും. നെഗറ്റീവ് കാണല നമ്മുടെ പ്രാധാന്യം. ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു ഫോട്ടോ കണ്ട. ഒരു പയ്യൻ കൈക്ക് ബാൻഡേജ് ഇട്ടിട്ട് എന്തോ എല്ല് പൊട്ടിയിട്ട് കെട്ടിയതാണ്. മറ്റേ കയ്യിൽ ഇങ്ങനെ ഒരു പ്ലക്കാർഡ്, അതിൻ്റെ മേലെ എഴുതിയിരിക്കുന്നു ഒന്ന് വീണതാണ്, ചെറിയ പൊട്ടുണ്ട്, കൂടുതലൊന്നുമില്ല. ഇതെല്ലാവരും ഇത് ചോദിച്ചിട്ട് മറുപടി പറയാൻ മടുത്തിട്ട് കയ്യിൽ എഴുതി കൈമ പിടിച്ചിരിക്കുക. എന്നാൽ പിന്നെ ഇത് വായിച്ചാൽ പിന്നെ വേറെ ഒന്നും ചോദിക്കില്ലല്ലോ. നെഗറ്റീവുകളെയാണ് നമ്മൾ നോക്കുന്നത്. നെഗറ്റീവുകളെ. ഈ ലോകം മൊത്തം പോസിറ്റീവാ, പക്ഷെ നമ്മൾ നെഗറ്റീവിനെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഈ വാർഷികവും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സിംഫണി ആവണം. നെഗറ്റീവുകൾ മുഴുവൻ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണം. പോസിറ്റീവ് എനർജി വേണം. അതിനെന്താ വേണ്ടത്? ഞാനൊരു ചെറിയ സൂത്രം പറഞ്ഞുതരാം. പോസിറ്റീവാക്കാൻ നിങ്ങളുടെ വീടുകൾ സോഫ്റ്റനാക്കിയാൽ മതി. ചപ്പാത്തി സോഫ്റ്റനാക്കാൻ പഞ്ചസാര കൂട്ടി കുഴച്ചാൽ ചപ്പാത്തി സോഫ്റ്റനാവും. മാവ് കുഴച്ചാൽ. ഇഡ്ഡലി സോഫ്റ്റനാക്കാൻ തേങ്ങാ വെള്ളം തലേ ദിവസത്തെ ഉടച്ച തേങ്ങയുടെ വെള്ളം എടുത്തു വെക്കുക. ഒരു ദിവസം കഴിഞ്ഞ തേങ്ങാ വെള്ളം ഇഡ്ഡലിയുടെ മാവിൽ ഒഴിച്ചാൽ ഇഡ്ഡലി സോഫ്റ്റനാകും. ഇങ്ങനെ ഭക്ഷണം സോഫ്റ്റനാക്കാൻ പലതും യൂട്യൂബ് തപ്പും. ബന്ധങ്ങൾ സോഫ്റ്റനാക്കാൻ എന്താ ചെയ്യുന്ന? ബന്ധങ്ങൾ സോഫ്റ്റനാക്കാൻ SOFTEN എന്ന സ്പെല്ലിങ്ങിന് ഓരോ അക്ഷരത്തിന് ഓരോ വാക്ക് ഞാൻ പറഞ്ഞുതരാം. എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ,
യെസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ, പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാണ്. മറ്റൊരു ജീവജാലവും പുഞ്ചിരിക്കില്ല. എന്നിട്ടും മക്കളോട് പുഞ്ചിരിക്കാൻ എന്നില്ല, പിന്നെ നിങ്ങൾ എന്തിനാ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയാന്ന് പറഞ്ഞ് നടക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കൂ. വീട്ടിൽ CCTVയിൽ പതിഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ മുഖം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ പ്ലാവിൻ്റെ മേലെ നിന്ന് താഴെ വീണ കൂഴച്ചക്ക പോലെ ഉണ്ടാവും രാവിലെ തന്നെ മുഖം. നോ, രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ ജോലി എന്താ? പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ സൂര്യനെ കാണാൻ വേണ്ടി വീട് പുഞ്ചിരിക്കണം. വാതിൽ തുറക്ക്. വീടിന്റെ ജനലും വാതിലും ഉണ്ടാക്കിയത് അടക്കാനല്ല, തുറക്കാനാ. മിക്ക വീടിന്റെയും വാതിൽ അടഞ്ഞു കിടക്കുക, മനസ്സും അടഞ്ഞു കിടക്കുക. വാതിൽ തുറന്ന് പുറത്തിറങ്ങും. നിങ്ങളുടെ പണി ഗാസയിലും ഇസ്രായേലിലുള്ള പട്ടാളക്കാരുടെ പണിയാ. ഗാസയിലും ഇസ്രായേലിലും പട്ടാളക്കാർ ഇപ്പൊ രാവിലെ എഴുന്നേറ്റാൽ അവർ ശീലമായി പോയി പോലും 3 മിസൈലിന് തീ കൊടുത്തിട്ട് മാത്രമേ പല്ലുവരെ തേക്കാൻ പോകും. മിസൈലിന് തീ കൊടുക്കല. നിങ്ങളുടെ പണി എന്താ? രാവിലെ എണീറ്റാ ടിക്ക് ടിക്ക് ടിക്ക്. 3 അടുപ്പുണ്ടാവുമല്ലോ ഒരു ഗ്യാസിന്റെ. 3 മിസൈലിന് തീ കൊടുക്കല. അവൻ്റെ ശരീരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. ഭക്ഷണം കൊണ്ട് ഈ ശരീരത്തെ തടിപ്പിച്ചിട്ട് എന്തോ കാര്യമുണ്ടോ? നിങ്ങളുടെ ഇപ്പോൾ ക്രിസ്മസ് വരാൻ പോവാ, ഇറച്ചിക്ക് വില കൂടും. റംസാൻ മാസം വരാൻ പോവാ, ഇറച്ചിക്ക് വില കൂടും. അതുകൊണ്ട് മോനെ നല്ലോണം തിന്നടാ. നല്ലോണം ഇറച്ചി വെച്ചാൽ നമുക്ക് കറി വെക്കാല് പറ്റുമോ? ഇല്ല. നമ്മുടെ ശരീരത്തിന് മാംസം തടിപ്പിച്ചിട്ട് അതിനെ കൊണ്ട് ഒരു നേട്ടമില്ല. മാംസം തടിച്ചതിനെ കൊണ്ട്, നമ്മുടെ സ്വന്തം ശരീരത്തിലെ മാംസം തടിച്ചതിനെ കൊണ്ട് ആകെ നേട്ടം ഉണ്ടാക്കി ഒരു സിനിമാ നടിയേ ഉള്ളൂ. ഓളെല്ലാം ഉദ്ഘാടനത്തിന് വിളിക്കുക. അതുകൊണ്ട് ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നെ കൊണ്ട് പറയിപ്പിക്കട്ടെ. വീഡിയോ പിടിക്കുന്നില്ലേ ഞാൻ പറയുന്നു. ഇല്ല, എനക്കെതിരെ കേസ് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എല്ലാ ഉദ്ഘാടനത്തിനും ഇപ്പം അവരെയാണ് വിളിക്കുന്നത്. മാംസം തടിച്ചുകൊണ്ട് മാത്രമാണ് വിളിക്കുന്നത്. ഏത് ഭാഗാ തടിച്ചതെന്ന് ഞാൻ പറയണ്ടല്ലോ. ശരീരത്തെ അല്ല വളർത്തേണ്ടത്. ശരീരം ഭക്ഷണം, ജീവനെ കൊണ്ട് നടക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമാണ് ശരീരം. നിങ്ങൾ രാവിലെ വാതിൽ തുറന്നിട്ട് അവൻ്റെ മനസ്സിന് വേണ്ടി മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന പൂക്കളെ നോക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ആ പൂവിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളോടൊത്ത് അവിടെ പറക്കുന്ന തുമ്പികൾ, അവിടെ പാടുന്ന കിളികൾ, ആ ഉദിച്ചു വരുന്ന സൂര്യപ്രകാശം, ദൈവം പ്രത്യക്ഷപ്പെട്ട് കിടക്കുന്ന ഞാൻ കാണിച്ചു തരണോ? പ്രത്യക്ഷ ദൈവം കാട്ടിത്തരണോ? നിങ്ങൾ അമ്പലവും പള്ളിയും അന്വേഷിച്ച് പോണ്ട. നിങ്ങളുടെ വീടിന്റെ പുൽക്കൊടിത്തുമ്പിന്റെ മൂർദാവിൽ പ്രഭാതത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ദൈവത്തെ കാണാൻ നമ്മുടെ മനസ്സൊന്ന് ചെറുങ്ങനെ ഒന്ന് എഡിറ്റ് ചെയ്യണം. നമ്മുടെ മനസ്സൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ആ ദൈവത്തെ കാണാം. എന്താ അത്? ആ പുൽക്കൊടിത്തുമ്പിന്റെ മൂർദാവിൽ മഞ്ഞുതുള്ളികൾ ഉണ്ടാവില്ലേ? ആ മഞ്ഞുതുള്ളികളിൽ സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ ഉണ്ടല്ലോ, ആ മഞ്ഞുതുള്ളികൾ ഇങ്ങനെ ചുവന്നു വരുന്ന കാണാം. ആ ചുവന്നു വരുമ്പോൾ രത്നഖചിതമായ പുൽക്കൊടിത്തുമ്പുകളെ കണ്ടിട്ട് ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്നൊരു പാട്ട് പാടൂ. സൂര്യാംശുവോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ എന്ന് പാടൂ. ആ പ്രഭാതത്തെ സ്വീകരിക്കാൻ വീട് പുഞ്ചിരിക്കല, വാതിൽ തുറക്കൽ. 10 മിനിറ്റ് മക്കളോടൊത്ത് മുറ്റത്തും വരാന്തയിലും ചെലവഴിച്ചിട്ട് അവൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് മതി നിങ്ങൾ അവൻ്റെ ഫുഡ് ക്രിയേറ്റ് ചെയ്യാൻ. രണ്ടും OOD ലാസ്റ്റ്. മനസ്സിലായോ? ഒന്ന് M, ഒന്ന് F, അത്രയേ ഉള്ളൂ. MOOD ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ FOOD ക്രിയേറ്റ് ചെയ്യണ്ടൂ. അവൻ്റെ മനസ്സ് ക്രിയേറ്റ് ചെയ്യൂ. ആദ്യം ഒന്ന് അല്പം നേരം നടക്ക്, പോസിറ്റീവായിട്ടൊന്ന് സംസാരിക്കുക. ഒരു 1/4 മണിക്കൂർ വരാന്തയിലും മുറ്റത്തും ചെലവഴിച്ചിട്ട് എന്നിട്ട് മതി അടുക്കളയിൽ കയറിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ. ആദ്യം MOOD ഉണ്ടാക്കുക, എന്നിട്ട് FOOD ഉണ്ടാക്കാം. നിങ്ങൾ പുഞ്ചിരിക്കുക, സ്മൈൽ, പുഞ്ചിരിക്കണം. കഴിഞ്ഞ ഒക്ടോബർ 1 വയോജന ദിനത്തിന് എൻ്റെ നാട്ടിലുള്ള സ്കൂളിൽ ഒരു പരിപാടി വെച്ചു. ഗ്രാൻഡ് ഫാദർ സംഗമം എന്നാണ്. ഗ്രാൻഡ് ഫാദർ സംഗമം. നോക്കുമ്പോൾ കുടുങ്ങിപ്പോയി അവർ. 800 കുട്ടികളുണ്ട് സ്കൂളിൽ. ഏത് ഈ പരിപാടി വെച്ചാലും രക്ഷിതാക്കളെ വിളിച്ചാൽ ഏറി വന്ന ഒരു 200 രക്ഷിതാക്കളെ വരും.
ഈ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ രക്ഷിതാക്കൾക്ക് പോവാന്ന് പറഞ്ഞാൽ അന്ന് ശമ്പളം 1000 ഉറുപ്പ്യ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ സങ്കടമാണ്. ഈ 1000 ഉറുപ്പ്യ ഉണ്ടാക്കിയിട്ട് ഈ സ്കൂളിൽ പോയിട്ട് എന്താ കാര്യമെന്ന് ആ സ്കൂളും രക്ഷിതാവും തമ്മിൽ ഒരു കണക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നില്ല. പിന്നെ ഇവൻ എന്തിനടോ അച്ഛനാന്ന് പറഞ്ഞ് നടക്കുന്ന, ഉമ്മയാ ഉപ്പയാന്ന് പറഞ്ഞ് നടക്കുന്ന, ഒരു ദിവസം സ്കൂൾ വരാനാവില്ല. അന്ന് ജോലിയുണ്ട്. കുടുംബത്തിൽ ഏതെങ്കിലും ആകുന്ന ബന്ധുവിൻ്റെ കല്യാണം ഉണ്ടെങ്കിൽ 2 ദിവസം ലീവ് എടുത്ത് അവിടെ പോയി അണ്ടം പോവും. സ്വന്തം മാം പഠിക്കുന്ന സ്കൂളിലെ ഡാൻസ് കാണാൻ, അവിടുത്തെ കലാപരിപാടി കാണാൻ ഇവിടെ വരാൻ നേരമില്ലാത്ത രക്ഷിതാക്കളുണ്ടല്ലോ, അവരെ കൊണ്ടുപോകണം. എവിടെ? ഞങ്ങളാണെങ്കിൽ കുതിരവട്ടത്ത് കൊണ്ടുപോകും, നിങ്ങളാണെങ്കിൽ ഉളംപാറയിൽ കൊണ്ടുപോകണം. മനസ്സിലായോ? ഒഴിഞ്ഞ കസേരകളോടെ ഞാൻ പറയുന്നത്, ഒഴിഞ്ഞ കസേരകളോട്. ഒരു ദിവസം സ്കൂളിൽ പോകാൻ നേരമില്ലെങ്കിൽ പിന്നെ അല്ലേ? അപ്പോ ആ സ്കൂളിൽ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം വെച്ചു. സ്കൂളുകാർ കഴിഞ്ഞു പോയത് എന്താണെന്നറിയോ? 800 കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് 4 ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഉണ്ടാവുമല്ലോ. അതിൽ മിക്ക ആളും വന്നു, ഇരിക്കാൻ സ്ഥലമില്ല. 4ൽ 1-2 ആളിൽ ഒരാളെല്ലാം മരിച്ചു പോയിട്ടുണ്ടാവും, ഇരിക്കാൻ സ്ഥലമില്ല. അത്രയും വലിയ ജനക്കൂട്ടം. കാരണം പ്രായമുള്ള ആളുകൾക്ക് സ്കൂളിൽ പോകാൻ ഒരു ചാൻസ് കിട്ടിയതല്ലേ, ആദ്യമായിട്ട് അവരെ വിളിച്ചത്. അവരെല്ലാം ഇളകി വന്നു, കുറേ കസേരയെല്ലാം വാടകയ്ക്ക് കൊണ്ടുവന്ന് ഇട്ട് പരിപാടി തുടങ്ങി. അധ്യക്ഷ പ്രസംഗം ബിന്ദു ടീച്ചർ പ്രസംഗിക്കുമ്പോൾ പറയാം, മക്കളെ, അപ്പൂപ്പനെയും അമ്മൂമ്മയും ഉപ്പാവയും ഉമ്മാവേനെയും സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ടീച്ചർ സ്ഥിരം പറയുന്നൊരു ഉദാഹരണം പറഞ്ഞു. പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില ചിരിക്കും. പക്ഷെ പച്ചപ്ലാവില ഇതുപോലെ പഴുത്തു വീഴുന്ന ഓർക്കണം കേട്ടോ. അപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റൊരു ചോദ്യം, ടീച്ചറെ ഒരു സംശയം. എന്താ? പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില ചിരിക്കാതിരുന്നാൽ പഴുക്കാണ്ടിരിക്കുവോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നില്ലേ? അല്ലേ, ചിരിക്കുക, പുഞ്ചിരിക്കും. നമ്മുടെ കുടുംബത്തിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും മരിച്ചതിൻ്റെ പേരിൽ മരണം വരെ നമ്മൾ കരഞ്ഞിരിക്കുമോ? നോ. ചിരിക്കുക, സ്മൈൽ. യെസ് മാത്രം ഞാൻ പറഞ്ഞത്. അടുത്തത് ഓപ്പൺ ഹേർട്ട്, ഹൃദയം തുറന്ന് വർത്തമാനം പറയൂ. നമ്മുടെ ചെറുപ്പക്കാരുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രശ്നം, അവർ ചങ്കുകളെ നോക്കി പോകുന്നു എന്നല്ലേ? അതിൻ്റെ പ്രതി അച്ഛനും അമ്മയാ. നിങ്ങൾ അവരുടെ ചങ്കാവണം. അതിന് അവർ നിങ്ങളെ ചങ്കാക്ക്. ചങ്കുകളോട് പറയും പോലെ ഹൃദയം തുറന്ന് വർത്താനം പറ. നിങ്ങളുടെ ഹൃദയത്തിൽ തുറന്നു വെച്ചാൽ അവർ നിങ്ങളുടെ ഹൃദയത്തിൽ കയറി ഒന്ന് മാത്രമല്ല, അവരുടെ ഹൃദയം തുറക്കും. ഈ ഹൃദയം തുറക്കൽ ഒരു പ്രചോദിത കമ്പനാണ്. ഞാൻ ഹൃദയം തുറക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തുറക്കും. അതുകൊണ്ട് നിങ്ങൾ ഹൃദയം തുറക്കുക, അവൻ പറയുന്ന കേൾക്കുക. എത്ര കേൾക്കണം രക്ഷിതാക്കളെ? കേൾക്കേണ്ടത് എത്രയാ? നിങ്ങൾ അങ്ങോട്ട് പറയുന്നതിൻ്റെ ഇരട്ടി കേൾക്കണമെന്നാണ് പ്രകൃതി ഉണ്ടാക്കിയ കണക്ക്. നിങ്ങൾ അവനോട് എത്ര പറയുന്നോ അതിൻ്റെ ഇരട്ടി നിങ്ങൾ അവൻ പറയുന്നത് കേൾക്കണം. അതങ്ങനെയാ കണക്ക്. പ്രകൃതി എവിടെയാ കണക്ക് എഴുതി വെച്ച്? 1:2 എന്ന് എഴുതി വെച്ച്. പറയാൻ ഒരു നാവല്ലേ ഉള്ളൂ, കേൾക്കാൻ 2 ചെവിയില്ലേ? അപ്പോൾ പറയുന്നതിൻ്റെ ഇരട്ടി കേൾക്കണ്ടേ? ഹൃദയം തുറക്കുക, ഹൃദയം തുറന്ന് വർത്തമാനം പറയുക. ഈ മക്കളോടും ഭാര്യയോടും അച്ഛനോടും അമ്മയോടും ഒന്നും ഹൃദയം തുറക്കാത്തവരുടെ ഹൃദയമാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് തുറക്കുക കേട്ടോ. ബൈപ്പാസിലൂടെ തുറക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഹൃദയം തുറക്കാത്തതുകൊണ്ടാണ്. ഓപ്പൺ ദി ഹേർട്ട്. ഓപ്പൺ ദി ഹേർട്ട്. മൂന്നാമത്തെ F, ഫോർവേഡ് ലീൻ. മക്കളോട് വർത്തമാനം പറയുമ്പോൾ ഞാനാണ് ഈ വീടിൻ്റെ മുതലാളി, ഞാനാണ് ഇവിടുത്തെ ചെലവ് കഴിയുന്നത്, ഞാനാണ് കോളേജിലെ ഫീസ് അടക്കുന്നത് എന്ന അഹന്തയല്ല. ഒന്ന് താഴുക. മാങ്ങ കൂടുമ്പോൾ മാങ്കൊമ്പ് മേലോട്ട് ഉയരുന്നത് ഒരിക്കലും ഇല്ലല്ലോ, താഴുകയല്ലേ ഉണ്ട്. അറിവും സമ്പത്തും കൂടുമ്പോൾ വിനയം കൂടണമെന്നല്ലേ നമ്മളോട് ഉള്ളൂര് പറഞ്ഞത്? മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ, പരം നമിക്കുന്നു നവാമ്പുവാൽഖനം. കുട്ടികളോട് വർത്തമാനം പറയുമ്പോൾ ഒന്ന് മുന്നോട്ട് പോയി. കൊച്ചുമക്കൾ വന്നു. അപ്പം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാ, കുനിയൂല, വാ മോനെ. കുട്ടീനെ എടുക്കാൻ പറ്റുമോ? നമ്മൾ കുട്ടിയിലേക്ക് താണാലേ കുട്ടി നമ്മളിലേക്ക് ഉയരൂ. അതുകൊണ്ട് ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയ. നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒരു പ്രധാന ഘടക. എന്താ? സ്കൂളും വിട്ട് വന്നാൽ ഉടനെ അരമണിക്കൂർ നേരം, സ്കൂളും വിട്ട് വന്നാൽ അരമണിക്കൂർ നേരം നിങ്ങൾ കുട്ടികളോടൊത്ത് ഇരിക്കുക.
അരമണിക്കൂർ അവൻ പറയുന്നത് കേൾക്കുക. സ്കൂളിലെ വിശേഷങ്ങൾ പറയട്ടവൻ, പറയുമ്പോഴൊക്കെ കയറി ഇടപെടരുത്. അരമണിക്കൂർ നേരം വീട്ടിൽ വന്ന ഉടനെ ചെറിയതായാലും വലുതായാലും വരാന്തയിലിരിക്കുക. സ്കൂളിലുള്ള മാഷന്മാരെ പറ്റി വിശേഷങ്ങളെല്ലാം പറയട്ടെ, വഴിയിൽ കണ്ടതെല്ലാം പറയട്ടെ അവൻ. അതിലെല്ലാം കയറി ഇടപെടരുത്. ഇടപെടേണ്ടതുണ്ടെങ്കിൽ അന്നേരം ഒന്നും പറയരുത്. കുറേ കഴിഞ്ഞിട്ട് അവൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ നീ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു വിഷയമില്ലേ, അതിലങ്ങനെ നീ പറയണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ല, ഇനി ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ എല്ലാത്തിലും കയറി ഇടപെടരുത്. പിന്നെ അവൻ പറയില്ല, അമ്മേ അച്ഛാ ഒരു ഏട്ടൻ ഒരു മുട്ടായി തന്നു. ഏതാ ഏട്ടൻ? അറിയില്ല കേട്ടോ, നല്ല ഏട്ടൻ. ആ ശരി, നാളെയും തരൂന്ന് പറഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് മുട്ടായി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛനാണ് അമ്മയാണ്, അവൻ്റെ അച്ഛനും അമ്മയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇനി മുട്ടായി വാങ്ങരുതെന്ന് പറയരുത്. മൂന്നാമത്തെ ദിവസം നിങ്ങൾ മുട്ടായി കൊടുക്കുന്ന സ്ഥലത്തെത്തിയിരിക്കണം, ഉറപ്പ്. ആരാണ് മുട്ടായി കൊടുക്കുന്നത് കണ്ടെത്തണം. മൂന്നാമത്തെ ദിവസവും മുട്ടായി കൊടുത്താൽ നാലാമത്തെ ദിവസം മുട്ടായിക്ക് 10 രൂപ ചോദിക്കും അവൻ. 10 രൂപ പിന്നെ 50 രൂപയാവും. പിന്നെ മുട്ടായി ഇല്ലാതെ കുട്ടിക്ക് നിൽക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരും. അങ്ങനെയാണ് മയക്കുമരുന്നിലേക്ക് കുട്ടിയെ ആകർഷിക്കുന്നത്. ആരാണ്? നിങ്ങൾ ഉടൻ തന്നെ അങ്ങനെയൊന്നും വാങ്ങരുത് എന്ന് പറഞ്ഞാൽ അവൻ വേറൊരാൾക്ക് കൊടുക്കും. നിങ്ങൾ ഉടനെ കുട്ടികളോടൊന്നും പറയണ്ട, നിങ്ങൾ അവിടെ പോയി നിൽക്കുക, മുട്ടായി കൊടുക്കുന്നവൻ ആരാണെന്ന് ഒളിച്ചിരുന്ന് കണ്ടെത്തുക, അവനെ പിടിക്കുക. അത്രയും മാർഗമുള്ളൂ. ഇത് നിങ്ങളോട് അവൻ പറയണമെങ്കിൽ നിങ്ങൾ ചെവി കൊടുക്കണം, മുന്നോട്ട് കുനിയണം, കേൾക്കാൻ തയ്യാറാകണം. ഫോർവേഡ് ലീൻ, ടച്ച്. മക്കളെ തൊടണം മക്കളെ. അവൻ്റെ ഹൃദയത്തിൽ തൊടണം, അവൻ്റെ ശരീരത്തിൽ തൊടണം. പഞ്ചേന്ദ്രിയങ്ങളിൽ കണ്ണും മൂക്കും നാക്കും കാതും 4 ഇന്ദ്രിയങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷെ മനസ്സിൻ്റെ സർഗാത്മകതയെ വളർത്തുന്ന ഇന്ദ്രിയം ത്വക്കാണെന്ന് നിങ്ങൾ അറിയുമോ? അവിടുത്തെ സ്പർശനമാണ് ഏറ്റവും പ്രധാനം. അത് കുഞ്ഞുങ്ങൾക്കും വയോജനങ്ങൾക്കും ഏറ്റവും പ്രധാനം. ത്വക്കിൽ സ്പർശിക്കുന്നതാണ്, തൊടുന്നതാണ്. അതുകൊണ്ട് മക്കളെ കെട്ടിപ്പിടിക്കണം. വാത്സല്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വാത്സല്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ധരിച്ചിരിക്കുന്നത് കിൻഡർ ജോയ്, ഡയറി മിൽക്ക്, ഓക്കെ, ബിങ്കോ, അൽഫാം, ഇതൊക്കെ കൊടുക്കലാണ് വാത്സല്യം. അല്ല, വത്സം എന്ന വാക്കിനർത്ഥം നെഞ്ചെന്ന. വാത്സല്യം എന്ന വാക്കിനർത്ഥം നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നാ. കെട്ടിപ്പിടിക്കുക മക്കളെ, ചേർത്ത് പിടിക്കുക. രാവിലെ അവരെ തൊട്ടിട്ടേ വിളിക്കാവൂ. ഒരു കൈ മേലെ വെച്ചിട്ടേ കുട്ടികളെ വിളിക്കാവൂ. ദൂരെ നിന്ന് അട്ടഹസിക്കരുത്. ഉണരുന്നതിന് മുമ്പ് അവൻ്റെ നെറ്റിയിൽ വീടിയിരിക്കുന്ന മുടിയിഴകളൊന്ന് മാടി ഒതുക്കി ആ കവിളത്തൊരു മുത്തം കൊടുത്തൂടെ? ഏറ്റവും നല്ല ഏത് കുസൃതി വികൃതി പയ്യനെയും പൂച്ചയെ പോലെ അനുസരിക്കാനൊരു സൂത്രം ഞാൻ പറഞ്ഞു തരട്ടെ. കുട്ടികൾ വളരെ കുറവല്ലേ ഉള്ളൂടാ, അല്ലേ? അതുകൊണ്ട് കുറച്ച് കുട്ടികളേ ഉള്ളൂ. നിങ്ങളോട് രഹസ്യം പറഞ്ഞു തരാം. കുരുത്തം കെട്ട കുട്ടികളെ അനുസരിക്കാനുള്ള സൂത്രം പറഞ്ഞു തരാം. അവൻ്റെ കുപ്പായത്തിനുള്ളിൽ കൈയിട്ടിട്ട് പുറത്ത് മാന്തി കൊടുത്താൽ മതി, ചൊറിഞ്ഞു കൊടുത്താൽ മതി. ഏത് കുട്ടീന്ന് പൂച്ചയെ പോലെ അനുസരിക്കും. നിങ്ങൾക്ക് വഴങ്ങി നിൽക്കും അവര്. മാന്തി കൊടുക്കുക, പുറം മാന്തി കൊടുക്കുക. പുറം കണ്ടുപിടിച്ച് തന്നെ ചൊറിയാനാ, വേറെ എന്തെങ്കിലും ഒരു ഉപകാരം അതിനെ കൊണ്ടുണ്ടോ? ഏറ്റവും സ്പേസ് പോകുന്ന സാധനം പുറമാണ്. നമ്മളെ കൈകൊണ്ട് കാലുകൊണ്ട് തലയോടെല്ലാം എന്തെങ്കിലും ഉപകാരമുണ്ട്. ഈ പുറമാണ് ഏറ്റവും കൂടുതൽ പ്ലിന്ത് ഏരിയ പോകുന്നത്. അത് ഈ ചൊറിയാൻ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞല്ല, വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ. ഇത് ടച്ച്, തൊടണം. ഇനി അടുത്തത് മക്കളെ തൊട്ടാൽ മാത്രം പോരാ, മക്കളുടെ മുന്നിൽ അച്ഛനും അമ്മയും തൊടണം. ഇരുട്ടത്ത് തൊട്ടാ പോരാ, വെളിച്ചത്ത് തൊടണം. മക്കളുടെ മുന്നിൽ അച്ഛനും അമ്മയും തൊരുമ്മി ഇരുന്ന് വർത്തമാനം പറയുകയും ഇടക്ക് കൈകളൊന്ന് കോർത്ത് പിടിച്ചിട്ട് കയ്യിലിട്ടിരിക്കുന്ന വളകളുടെ സൗന്ദര്യം നോക്കുകയും കാത് പിടിച്ചു നോക്കിയിട്ട് കമ്മലിനെന്താ കറുപ്പ് വന്നു നോക്കുകയൊക്കെ ചെയ്തിട്ട് രസകരമായി ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും വർത്തമാനം കാണുന്ന കുട്ടികൾക്ക് നല്ല സംസ്കാരമുണ്ടാകുമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചില സ്ത്രീകൾ പറയും, നിങ്ങളെന്നാ കളിക്കുന്ന കുട്ടികൾ കാണുന്നില്ലേ എന്ന്. കുട്ടികൾ കാണെ പ്രേമിക്കണം, കുട്ടികൾ കാണെ ശണ്ട കൂടാം, കുട്ടികൾ കാണെ വെറുക്കാം, കുട്ടികൾ കാണെ പാത്രം എറിഞ്ഞ് പൊളിക്കാം, എല്ലാം ചെയ്യാം. അതിനൊരു നാണമില്ല.
കുട്ടികൾ പ്രേമിക്കാൻ നാണിക്കുന്ന വൃത്തികെട്ട സ്വഭാവമാണ് മലയാളികളായ അച്ഛനമ്മമാർ കാണിക്കുന്നത്. അതിൻ്റെ ദുരന്തം കുട്ടികൾ അനുഭവിക്കുക. കുട്ടികളുടെ മുന്നിൽ അച്ഛനും അമ്മയും പരസ്പര ബഹുമാനത്തോടുകൂടി ഈക്വാലിറ്റിയിൽ സ്നേഹപൂർവ്വം സംസാരിക്കണം. എപ്പോഴൊന്നും അങ്ങനെ പറ്റില്ല. കുട്ടികൾ സ്കൂളിൽ പോയിട്ടാകുമ്പോൾ നിങ്ങളുടെ വെറുപ്പ് മുഴുവൻ തീർത്തോ, പക്ഷെ സ്കൂളും വിട്ട് വരുമ്പോഴേക്ക് ഡീസൻ്റ് ആയിരിക്കണം. മനസ്സിലായോ? പ്രേമം എന്ന് പറയുന്നത് കല്യാണം വരെയുള്ള പരിപാടിയല്ല. കല്യാണം കഴിഞ്ഞിട്ട് മരണം വരെ പ്രേമിക്കണം. മരണം വരെ കുട്ടികൾ കാണുന്നത്. ഈ പ്രേമം എന്ന് പറഞ്ഞാൽ കല്യാണം വരെയുള്ള തരികിട പരിപാടിയാണെന്നാണ് കുട്ടികൾ ധരിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, കല്യാണം വരെ വാട്സപ്പിൽ ഐ ലവ് യു 100 പ്രാവശ്യം ചെയ്തു അയക്കുമല്ലേ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു തവണ ഐ ലവ് യു ഐ ലൈക്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഐ ലവ് യു ഐ ലൈക്ക് യു പറയാൻ പാടില്ലേ? എന്താ പറയാത്തത്? ഞാനിതുപോലെ ഒരു ക്ലാസ് എടുക്കുക LIC-കാർക്ക്. ഇതാ രാമേന്ദ്ര സാറുടെ വീണ്ടും LIC-ൻ്റെ ദേശീയ നേതാവാണ്, നിങ്ങളുടെ നാട്ടുകാരനാണ്. ഞാൻ LIC-കാർക്ക് ഒരു ക്ലാസ് എടുക്കുകയാണ് തൃശ്ശൂരിൽ നിന്ന്. വിവാഹത്തിന് ശേഷം എന്താ ഐ ലവ് യു പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ സദസ്സെന്ന് ഒരാൾ എഴുന്നേറ്റെന്ന് പറയുക. അതെന്താ പറയാത്തതെന്നറിയോ? എന്താ, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ഇലക്ഷൻ വേണ്ടിയിട്ടുള്ള പ്രചരണമാണ് ഈ ഐ ലവ് യു അല്ലേ? മക്കളുടെ മുന്നിൽ പ്രണയിക്കുക, തൊടണം, ടച്ച്. അടുത്തത് ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കണം. മക്കളുടെ കണ്ണിൽ നോക്കി വർത്തമാനം പറയണം. ആ കണ്ണിലെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ദൈന്യതകൾ, സർഗാത്മകതകൾ എല്ലാം കണ്ണിലാണ് പൊട്ടിവിടരുന്നത്. കണ്ണാണ് ഒരാളുടെ പേഴ്സണാലിറ്റി. അതുകൊണ്ട് ആധാർ കാർഡിൽ കണ്ണാണ്. ഞാൻ ഖത്തറിൽ പോകുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കണ്ണിൻ്റെ ഫോട്ടോ എടുത്തു, ഇങ്ങോട്ട് വരുമ്പോൾ എടുത്തു. അവിടെ ഇറങ്ങുമ്പോഴും കൊടുത്തു, കയറുമ്പോഴും എടുത്തു. പാസ്പോർട്ടിനേക്കാൾ ഇപ്പോൾ എയർപോർട്ടുകൾ കണ്ണിൻ്റെ ഫോട്ടോനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നമ്മുടെ കണ്ണ് പോലെ മറ്റാർക്കും ഇല്ല നമ്മുടെ പേഴ്സണാലിറ്റി. അപ്പോൾ കണ്ണിൽ നോക്കുക എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റിയില്ല. ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കണ്ണിലാണ് നോക്കുന്നത്. ആ കണ്ണിൽ നോക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ നിർത്തിപ്പോയിട്ടുണ്ടാവും. നിങ്ങൾ നോക്കുന്നതുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. കണ്ണാണ് പ്രധാനം. കണ്ണിൻ്റെ സൗന്ദര്യം നോക്കിയിട്ടാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് പേരിടുക സ്ത്രീകൾക്ക്. പുരുഷന്മാർക്കും അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണാണ്. അക്ഷൻ കണ്ണൻ, അംബുജാക്ഷൻ അംബുജാക്ഷി, കമലാക്ഷൻ കമലാക്ഷി, പങ്കജാക്ഷൻ പങ്കജാക്ഷി അല്ലേ? മീനാക്ഷി, മീനിനെ പോലെ പടക്കുന്ന കണ്ണുള്ളവൾ മീനാക്ഷി. മറ്റൊരു പേരുണ്ടായിരുന്നു ഫേമസ് ആയ എൻ്റെ നാട്ടിൽ, വിശാലാക്ഷി. വലിയ കണ്ണുള്ളവൾ, വിശാലമായ കണ്ണുള്ളവൾ. സ്ത്രീകൾക്ക് വലിയ കണ്ണാണ് സൗന്ദര്യം, അതുകൊണ്ട് വിശാലാക്ഷി. പക്ഷെ പുരുഷന്മാർക്ക് ചെറിയ കണ്ണാണ് സൗന്ദര്യം, അതുകൊണ്ട് ആണുങ്ങളെ കുഞ്ഞിക്കണ്ണെന്ന് വിളിച്ചു. വിശാലാക്ഷി എന്ന് പെണ്ണുങ്ങളും, കുഞ്ഞിക്കണ്ണൻ ആണുങ്ങളും. നിങ്ങൾ കണ്ണ് ഞാൻ പറയുന്ന തമാശ കളിയാന്ന് വിചാരിക്കണ്ട. കഴിഞ്ഞ വർഷത്തെ കേരളത്തിലെ പത്രങ്ങളിലും ചാനലുകളിലും വന്ന ഏറ്റവും വലിയ സംഭവം എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചതും ചർച്ച ചെയ്തു. ആ സംഭവത്തിൻ്റെ പുറകിൽ ഒരാളുടെ കണ്ണിൻ്റെ വലുപ്പമാണ് പ്രശ്നം. അറിയാവോ? പ്രശ്നം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നല്ലേ വിഷയം. അതിൻ്റെ കാരണം മഞ്ജു വാര്യരുടെ കണ്ണിന് വലുപ്പം കുറഞ്ഞുകൊണ്ടല്ലേ അതിലും വലിയ കണ്ണുള്ള കാവ്യമാധവൻ്റെ അടുത്തേക്ക് ആ വിദ്വാൻ പോയേ. ആ കാര്യം ഭാവന പോയിട്ട് മഞ്ജുവോട് ചോർത്തി കൊടുത്തിട്ടല്ലേ ഭാവന എന്നെ ഇടങ്ങാറാക്കിയേ. അതിൻ്റെ പേരിലാണല്ലോ ഹേമ കമ്മീഷൻ ഉണ്ടായേ. അതിൻ്റെ പേരിലാണല്ലോ പല നടന്മാരുടെയും വൃത്തികേട് പുറത്തു വന്നത്. ഇതായിരുന്നില്ലേ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വാർത്ത? ഇതെല്ലാം കണ്ണാ പ്രശ്നം. ആ കണ്ണിൽ നോക്കാൻ, ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനമ്മമാർക്ക് പറ്റാത്തതിൻ്റെ പേരിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തവും യുദ്ധവും നടന്ന കഥ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധം ഏതായിരുന്നു? മഹാഭാരത യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം. എന്താ കാരണം? കൗരവന്മാരുടെ തോന്നിയാസം. ഇവരൊന്നും തോന്നിയാസിയായിരുന്നില്ല. കൗരവന്മാരുടെ അച്ഛൻ ധൃതരാഷ്ട്ര ജന്മനാ കണ്ണ് കാണൂല. ഇയാൾ വിവാഹം കഴിച്ചത് ഗാന്ധാരദേശത്തെ രാജകുമാരി സുബലന്റെ മകളെയാ. എന്നാൽ ഇവളോട് പറഞ്ഞില്ല കണ്ണ് കാണാത്ത ആളാണ്. അന്ന് പോയി പെണ്ണ് കാണാൻ പോക്കൊന്നും ഇല്ലല്ലോ, പെണ്ണിനെ കൊണ്ട കൊടുക്കലല്ലേ. സുബലൻ ഇവളെയും കൂട്ടിയിട്ട് ഹസ്തിനപുരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പറഞ്ഞില്ല. കാരണം പറഞ്ഞാൽ ഇവള് തിരിച്ചുപോയി കളിയും. തിരിച്ചു പോയാൽ ഈ ഹസ്തിനപുരത്തിൽ 11 അക്ഷൗഹിണി പടയുണ്ട്. അവരുടെ സഹായം വേണം ആർക്ക്? സുബലന്. കാരണം അങ്ങ് യവനന്മാരുടെ ആക്രമണത്തെ നേരിടാൻ. അതുകൊണ്ട് മകളെ കൊടുത്തിട്ട് സൈന്യശക്തി കൂട്ടലാണ് സുബലന്റെ ലക്ഷ്യം. കല്യാണ പന്തലിൽ കയറുമ്പോഴാ ഗാന്ധാരി അറിയുന്നത് ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണൂല എന്ന്. തന്നെ പറ്റിച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രകോടി കൊണ്ട് കണ്ണ് കെട്ടിയിട്ട് പറഞ്ഞു തൻ്റെ ഭർത്താവിന് കാണാത്ത ലോകം ഇനി തനിക്കും കാണണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ണും കെട്ടി നടന്നു. 100 മക്കളെ പെറ്റു കേട്ടോ. 1ഉം 2ഉം 10ഉം അല്ല, 100 എണ്ണത്തിനെ പെറ്റു. 100 നല്ല കുട്ടികളായിരുന്നു.
എന്താ മൂത്തവൻ്റെ പേരറിയാവോ? കൗരവന്മാരിൽ ആർക്കെങ്കിലും അറിയാവോ? മൂത്തവൻ്റെ പേരറിയാവോ ആർക്കെങ്കിലും? കൗരവന്മാരിൽ മൂത്തവൻ്റെ പേരാർക്കും അറിയില്ലേ? ദുര്യോധനൻ അല്ല. ദുര്യോധനൻ നിങ്ങൾ പറഞ്ഞ കറക്റ്റാ, പക്ഷെ പേര് വിളിച്ച ദുര്യോധനൻ എന്നല്ല, സുയോധനൻ എന്നാ വിളിച്ചത്. സു നല്ലതാ, അതെൻ്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറഞ്ഞല്ല. സു എന്ന് പറഞ്ഞാൽ നല്ലതെന്നാ. ആ സുയോധനൻ ദുഷിച്ച് ദുര്യോധനായി, ദുഷിച്ച് ദുശാസനായി. 100 ഉണ്ടായിട്ട് ഈ അച്ഛനും അമ്മയും മരിച്ചപ്പോ ഒരാൺതരി ഉണ്ടായോ? ഒന്ന് അടുത്തിരുന്ന് കരയാൻ, ഒന്ന് ചിതക്ക് തീ കൊളുത്താൻ ഉണ്ടായില്ല. 100 യുദ്ധക്കളത്തിൽ മരിച്ചു, ഒന്ന് ബാക്കിയായില്ല. എന്തേ? അച്ഛനോ ജന്മനാ കണ്ണ് കാണൂല, എന്നാ അമ്മയെങ്കിലും ഈ മക്കളുടെ കണ്ണിൽ നോക്കണ്ടേ? നോക്കിയില്ല, ഒരാളെ കണ്ണിലും നോക്കിയില്ല. 100 മരിച്ചു. എന്നിട്ട് പുത്രവിയോഗ ദുഃഖത്തിൽ കാട്ടിലേക്ക് ഓടിപ്പോയിട്ട് കാട്ടുതീയിൽപ്പെട്ട് പച്ചക്ക് വന്ന് മരിച്ചു. എന്തേ? കണ്ണിൽ നോക്കിയില്ല. ഒരു പഴയ പാട്ടില്ലേ, ഭർത്താവിന് കണ്ണ് കാണും ഭാര്യക്ക് കണ്ണ് കാണൂല. ഇവർ രണ്ടാളും കൂടി പാടുന്നൊരു ഡുവറ്റ് പാട്ടുണ്ടല്ലോ, ഭർത്താവിൻ്റെ കണ്ണായിട്ട് ഭാര്യ മാറണമെന്നുള്ള. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. ഇപ്പൊ ഭാര്യ എന്താ പറഞ്ഞ? കാണാനുള്ളത് കരളിൽ പകരാൻ, കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരേ. അല്ലേ? ഒന്ന് പാടിയില്ലേ? ഭർത്താവിൻ്റെ കണ്ണായി നിൽക്കേണ്ടതിന് പകരം ഈ മക്കളെ നോക്കാതെ കാന്താരിയും കണ്ണ് കെട്ടി നടന്നു. നിങ്ങൾക്കെല്ലാം കണ്ണില്ലേ രക്ഷിതാക്കളെ? എന്നിട്ട് മക്കളുടെ കണ്ണിൽ അല്പനേരം നോക്കിയിരിക്കാൻ സമയമില്ല. പിന്നെ എന്തിനാ ഉമ്മ, അമ്മ, അച്ഛൻ, ഉപ്പ എന്ന് പറഞ്ഞ് നടക്കുന്നു? കണ്ണിൽ നോക്കണം മക്കളുടെ. ഐ കോണ്ടാക്ട്. അടുത്തത് നോഡിങ്. SOFTEN, നോഡിങ്. നോഡിങ് എന്താണ്? നമ്മുടെ വീട് ഡെമോക്രാറ്റിക് ആവണം. നമ്മുടെ വീട് ഡെമോക്രാറ്റിക് ആവണം. എന്താണ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ, MLA, MP തിരഞ്ഞെടുക്കുന്ന പരിപാടിയാ ഡെമോക്രസി? നോ. വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ സർഗാത്മകതയാണ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ. കുടുംബത്തിൽ എല്ലാവരും പറയുന്നത് കേൾക്കുകയും സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യണം. അതിൻ്റെ ലക്ഷണമാണ് നോഡിങ്, തലകുലുക്കണം. മക്കൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാണെങ്കിൽ, ഈഗോ ആണ് ഈ കുട്ടികൾ മുഴുവൻ വഷളാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ വിത്ത് നമ്മുടെ രക്ഷിതാക്കളുടെ വൃത്തികെട്ട ഈഗോ ആണ്. ഞാനാണ് ഈ വീടിൻ്റെ ഓണർ, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, ഞാനാണ് ഇവിടെ വരുമാനം കൊണ്ടുവരുന്നവൻ, ഞാനാണ് ഭക്ഷണം തരുന്നവൻ. ഇതൊക്കെ നിങ്ങൾ ആ ഈഗോ കാണിച്ചാൽ ഒരു ഗുണവും കുട്ടിയൊക്കെ ഉണ്ടാവുന്നില്ല. അതിനു പകരം പരസ്പരം മനസ്സ് തുറന്ന് വർത്തമാനം പറഞ്ഞിട്ട് അവൻ പറയുന്നത് സത്യമാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കാൻ, തലകുലുക്കി സമ്മതിക്കാൻ തയ്യാറാവുക. പരസ്പര ബഹുമാനം. മക്കള് ചെറിയ കുട്ടികളാണെങ്കിലും നമ്മളെക്കാൾ വിവരമുണ്ട്, അറിയില്ലേ? നമ്മളെക്കാൾ വിവരമുള്ള കുട്ടികളാണ്. എൻ്റെ മകനിപ്പം BSc MSc ഇൻ്റഗ്രേഷൻ കോഴ്സിന് പഠിക്കുക. ഞാനിങ്ങനെ അവന് ചില ദിവസം അയക്കുന്ന കവിതകളും ചില ദിവസം അയച്ചു തരുന്ന കഥകളെല്ലാം കേൾക്കുമ്പോൾ ഇല്ലേ, ഞാനിങ്ങനെ ആലോചിക്കുക, ഞാൻ ബ്രണ്ണൻ കോളേജിൽ ഫസ്റ്റ് BAക്ക് പഠിക്കുമ്പോൾ അവൻ്റെ 10-1 വിവരം എനിക്കുണ്ടായിരുന്നില്ല. എന്തെല്ലാം അവൻ വായിക്കുന്നത്, എന്തെല്ലാം പറയുന്നത്, എന്തെല്ലാം അഭിപ്രായങ്ങൾ അവൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് എന്തൊരു ബഹുമാനാണ് അവനോട്. ഞങ്ങൾ ചങ്കുകളാ. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും അവൻ ഹോസ്റ്റലിലാണ് താമസിച്ചത്. 1 മണിക്കൂറെങ്കിലും ഫോണിൽ ഞങ്ങൾ സംസാരിക്കും. 1 മണിക്കൂറെങ്കിലും ഫോണിലൂടെ ഞങ്ങൾ സംസാരിക്കും. അവനൊരുപാട് കാര്യം എല്ലാ ദിവസവും എന്നോട് പറയാനുണ്ടാവും. അത് ഞാൻ കേട്ടിരിക്കും. ഇത്ര തിരക്കുണ്ടെങ്കിലും സംസാരിക്കും. മക്കളോടൊത്ത് വർത്തമാനം പറയാനോ അവൻ പറയുന്നത് കേട്ടിരിക്കാൻ തയ്യാറാവുക. അപ്പൊ സോഫ്റ്റ് ആൻഡ് സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. പുഞ്ചിരിക്കുക, ഹൃദയം തുറക്കുക, മുന്നോട്ട് കുനിയുക, തൊടുക, കണ്ണിൽ നോക്കുക, തലകുലിക്ക് സമ്മതിക്കുക. അത്തരത്തിൽ നിങ്ങളുടെ കുടുംബം സോഫ്റ്റനാവുക. അവിടെ പുതിയ പുതിയ കവിതകൾ നിങ്ങളും വായിക്കണം, കഥകളും വായിക്കണം. നമ്മുടെ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. മത്തൻ എന്ന് പറയുന്നൊരു
പച്ചക്കറി ഉണ്ടല്ലോ, മത്തൻ നട്ടിട്ട് അതിന് ചെറിയ, ഞങ്ങളുടെ നാട്ടിൽ അതിന് പറയുക, ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ മിടി എന്ന് പറഞ്ഞൊരു ഇത്ര വലുപ്പത്തിലൊരു കായ ഉണ്ടാവും. മിടി, ഇവിടെ പൂവൽ എന്തോ പറയുക, പൂവൽ. ഈ പൂവൽ ഒരു മൺകലത്തിനകത്തിട്ട് വെക്കുക. എന്നിട്ട് മത്തന് നല്ലോണം വെള്ളവും കൊടുക്കുക. ഈ പൂവലിങ്ങനെ വളരും മത്തനായിട്ട്. അപ്പോൾ മൺകലം വളരില്ലല്ലോ. അപ്പോൾ എന്തിനു സംഭവിക്കും? മൺകലം പൊട്ടും കുറേ കഴിഞ്ഞ്. അല്ല, മൺകലത്തിന് ഉറപ്പുണ്ടെങ്കിലോ ഈ മത്തം കെട്ടുപോകും. നമ്മുടെ കുട്ടികളാണ് ഈ പൂവല്, നിങ്ങളാണ് മൺകലം. കുട്ടി വളരുമ്പം നിങ്ങൾ വളർന്നില്ലെങ്കിൽ നിങ്ങളെ ധിക്കരിച്ച് കുട്ടി പുറത്തു പോകും. മത്തൻ മൺകലം പൊട്ടിക്കും. ഇനി നിങ്ങൾ ഭയങ്കര അച്ചടക്കത്തിൽ പോയിട്ട് ഭയങ്കര ഉറപ്പുള്ളവരാണെങ്കിലോ മത്തം കെട്ടുപോകും, കുട്ടിക്ക് വിവരമില്ലാണ്ടായി പോകും. കുട്ടികൾ വളരുന്നതിന് ആനുപാതികമായി അച്ഛനും അമ്മയും വളരണം, ഉപ്പയും ഉമ്മയും വളരണം. നമ്മളൊരു പ്രശ്നം എന്താ, മലയാളികൾ കല്യാണം കഴിഞ്ഞാലല്ലേ ജോലി കിട്ടിയാൽ പിന്നെ ഒരക്ഷരം വായിക്കാത്ത മഹാന്മാരും മഹതികളും അല്ലേ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം അല്ലേ? എന്തോ വായിക്കാറുണ്ടോ? ഞാൻ ദുബായിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ എല്ലാ രാജ്യക്കാരും ഇങ്ങനെ വട്ടത്തിലിരിക്കുക. അപ്പോൾ ഐ ആം ഫ്രം കേരള എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വായനയ്ക്ക് വേണ്ടി ഒരു മാസം നീക്കി വെച്ച നാടല്ലേ അല്ലേ? എന്താ, രാമായണ പാരായണത്തിന് കർക്കട മാസം. നമ്മളെ കാര്യം നമുക്കറിയാം. കർക്കട 31 ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം എന്ന് പറഞ്ഞ് പൂട്ടിയാൽ പിന്നെ അടുത്ത 11 മാസം ഒരക്ഷരം വായിക്കാത്ത ടീമാണ് ഇവിടെയുള്ളതെന്ന് അവരറിയില്ലല്ലോ. അവരെ കാരണം ഒരു മാസം വായനയ്ക്ക് നീക്കി വെച്ച നാടാണ് കേരളം എന്നാണ്. ഇതാണ് നമ്മൾ വായിക്കണം, പുതിയ ട്രെൻഡുകൾ അറിയണം, പുതിയ പുസ്തകങ്ങൾ, നല്ല കവിതകളെല്ലാം ഇപ്പോഴും ഉണ്ട് കേട്ടോ, നല്ല കഥകൾ ഇറങ്ങുന്നുണ്ട്. അത് വായിച്ചിട്ട് നിങ്ങളും വളരുക, നിങ്ങളുടെ ചിന്തകൾ വളരുക, നിങ്ങളുടെ വീടിൻ്റെ വ്യാകരണം അടിച്ചു പൊളിക്ക്. അവിടെ സ്വപ്നങ്ങൾ അലങ്കരിക്കുന്ന വീടായി മാറുക. സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ട് സ്വർഗം നാണിക്കുന്നു. അല്ലാതെ വീടെന്ന് പറയുന്നത് ഭക്ഷണം പാചകം ചെയ്യുന്ന ഹോട്ടൽ മുറിയല്ല, ആളുകൾ കിടന്നുറങ്ങുന്ന ലോഡ്ജ് മുറിയല്ല, സാധനങ്ങൾ സൂക്ഷിക്കുന്ന ക്ലോക്ക് മുറിയല്ല, വിസർജനത്തിന് വേണ്ടിയിട്ടുള്ള കംഫർട്ട് സ്റ്റേഷനും. ഇത് മാത്രമാണോ നിങ്ങളുടെ വീട്? എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്ന കുട്ടി വ്യക്തിത്വവും സർഗാത്മകതയുള്ള കുട്ടിയായി വളരില്ല. ഇത് മാത്രം ചേർന്നാൽ നിങ്ങളുടെ വീട് വീടാവില്ല. ആ വീട്ടിൽ നല്ല ആശയവിനിമയം വേണം, നല്ല പാട്ടുകൾ വേണം, നല്ല സ്വപ്നങ്ങൾ വേണം, നല്ല കഥകളും കവിതകളും വേണം, നല്ല സ്നേഹങ്ങൾ വേണം. അത്തരത്തിൽ നിങ്ങൾ വീടിനെ ഒരു വിദ്യാലയമാക്കുക. കാരണം സ്കൂളിൽ കുട്ടിയെ കിട്ടുന്നത് എത്രയാ? 6 മണിക്കൂറല്ലേ കുട്ടിയെ കിട്ടുന്നുള്ളൂ മാഷക്ക്. 18 മണിക്കൂറിൽ 1 മണിക്കൂർ വരാനും പോകാനും കഴിച്ച് 24 മണിക്കൂറിൽ 17 മണിക്കൂറും കുട്ടി നിങ്ങളുടെ വീട്ടിലാ. ഊണിലും ഉറക്കിലും നിങ്ങളുടെ കൂട്ടത്തിലാ. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ ചലനവും നിങ്ങളുടെ ഓരോ നാദവും അവൻ്റെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. അതുകൊണ്ട് ഈ സ്കൂളിൻ്റെ വാർഷികം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ പ്രക്രിയ മാഷും കുട്ടിയും തമ്മിലുള്ള ഒരു പരിപാടിയല്ല, അതൊരു ത്രിവേണി സംഗമമാണ്. മാഷും കുട്ടിയും അതുപോലെ രക്ഷകർത്താവും കൂടിച്ചേരണം. കുട്ടികൾക്ക് സർഗാത്മകത വളർത്തുന്ന സർവകലാശാലയാണ് വീടെന്ന് പറയുന്നത്. ആ സർവകലാശാലയെ തിരിച്ചു പിടിക്കൂ. ഞാൻ കുട്ടികൾക്ക് വേണ്ടി പലതും പറയണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ കുട്ടികൾ ആരും സദസ്സിലില്ല. അതുകൊണ്ട് ആ രക്ഷിതാക്കളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഞാൻ സംസാരിച്ചത്. കുട്ടികളാണെങ്കിൽ ഞാനിപ്പം വിഷയം വേറെ ആയിരിക്കും. കുട്ടികളോട് ഇതൊന്നുമല്ല, എന്താണ് പ്ലസ്, എങ്ങനെയാണ് പ്ലസ് ആവുന്നത്? അധ്യാപകൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അധിയാപകനാണ്. അധി എന്ന് പറഞ്ഞാൽ പ്ലസ്സാണ്. അതിവർഷമാണ് 2024. കാരണം 365 പകരം 366 ദിവസമുണ്ട് ഇക്കൊല്ലം. ഫെബ്രുവരി 29 ഉള്ളത് കൊണ്ട് അധി എന്ന് പറഞ്ഞാൽ പ്ലസ്. യാവകൻ, യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ. അധ്യാപകന്റെ പാഠപുസ്തകത്തെക്കാൾ, അധ്യാപകന്റെ അറിവിനേക്കാൾ അപ്പുറത്തേക്ക് കുട്ടികൾ യാത്ര ചെയ്യണം. അത് ചെയ്യാൻ പറ്റാതെ മാഷന്മാർ പറഞ്ഞും കേട്ട് പഠിച്ചു പോന്നിട്ടാണ് നമ്മുടെ രാജ്യം വേദങ്ങളും ഉപനിഷത്തുകളും മഹാഭാരതവും രാമായണവും 18 പുരാണങ്ങളും എഴുതിയ നാട്, ആയുർവേദ ഗ്രന്ഥങ്ങൾ കണ്ടെത്തിയ നാട് അല്ലേ നമ്മുടെ രാജ്യം. ആയുർവേദം ഉണ്ടായി, ഇതൊക്കെയുള്ള രാജ്യ. എന്നിട്ടും എന്തേ നമ്മുടെ രാജ്യത്ത് ഈ ഹാളിലുള്ള ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞട്ടെ. നമുക്ക് ഉപകരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം, ഈ മൈക്ക് ഇന്ത്യയെ കണ്ടുപിടിച്ചല്ല, എൻ്റെ വാച്ച് ഇന്ത്യയെ കണ്ടുപിടിച്ചല്ല, കണ്ണട ഇന്ത്യയെ കണ്ടുപിടിച്ചല്ല, മൊബൈൽ ഫോൺ ഇന്ത്യയെ കണ്ടുപിടിച്ചല്ല, കടലാസ് ഇന്ത്യയെ കണ്ടുപിടിച്ചല്ല, അച്ചടി ഇന്ത്യയെ കണ്ടുപിടിച്ചല്ല.
ക്യാമറ ഇന്ത്യ കണ്ടുപിടിച്ചല്ല, ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഗ്ലാസ് കണ്ടുപിടിച്ച എന്താ നിങ്ങളിരിക്കുന്ന പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, എല്ലാം വിദേശത്ത് കണ്ടുപിടിച്ചു. ഇത്രയും വിവരം ഉണ്ടായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് എന്താ? എന്തുകൊണ്ട്? ഇത്രയും അറിവുണ്ട്, ഭയങ്കര ബുദ്ധിമാന്മാരാ. രാമായണം മഹാഭാരതം പോലെ കാവ്യങ്ങൾ എഴുതിയവരെ നാട്ടിൽ. സംഭവം എന്താ? അധ്യാപനം നടത്തുന്നില്ല. പാഠപുസ്തകം ഫുൾ തീർന്ന, അതിൻ്റെ അപ്പുറം വേണ്ട. പാഠപുസ്തകം എന്ന് പറയുന്നത് പ്രവേശന കവാടമാ, അത് എൻട്രൻസാ. അതിലൂടെ അറിവിൻ്റെ മഹാസാമ്രാജ്യത്തിലേക്ക് കുട്ടി കുതിക്കണം, പോകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കുട്ടികൾ പഠിപ്പിക്കേണ്ടത്. അവൻ്റെ മനസ്സ് ഇൻപ്ലോർ ചെയ്യല്ല, പരീക്ഷയിലും പാഠപുസ്തകത്തിലും കെട്ടിയിടല്ല. അവൻ്റെ മനസ്സ് എക്സ്പ്ലോർ ചെയ്യും, പൊട്ടിത്തെറിക്കട്ടെ, പുതിയ പുതിയ ചിന്തകളിലേക്ക് പോകട്ടെ. അവൻ്റെ ശരീരം പൊട്ടിത്തെറിക്കുന്നതാണ് സ്പോർട്സ്, അവൻ്റെ മനസ്സ് പൊട്ടിത്തെറിക്കുന്നതാണ് ആർട്സ്. ഈ പൊട്ടിത്തെറിക്കാൻ അവസരം കിട്ടാതിരിക്കുമ്പോഴാണ് പുതിയ പല്ല് പുറത്തേക്ക് വരാൻ പഴയ പല്ല് പൊരിച്ച് വഴി കൊടുത്തിട്ടില്ലെങ്കിൽ ആ പല്ല് കൊന്ത്രം പല്ലാകും. അതുപോലെ അവൻ്റെ ചിന്തകൾ എക്സ്പ്ലോർ ചെയ്യുവാനുള്ള ഇടങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് കുട്ടികൾ സ്വഭാവ വൈകൃതത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ആ ഇടങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവന് പാടാനും പറയാനും എഴുതാനും അവന് ഓടാനും ചാടാനുമുള്ള വഴികൾ ഒരുക്കി കൊടുക്കണം. അതിനാണ് കലോത്സവം, അതിനാണ് സ്പോർട്സ് മേള. കഥാർസിസ് ആണ് കലയുടെ ലക്ഷ്യമെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കഥാർസിസ് എന്നതിൻ്റെ മലയാളം വികാര വിരേചനമാണ്. വികാരങ്ങൾ പുറത്തേക്ക് ഒഴുകണം. പണ്ടത്തെ വികാരമൊന്നും അല്ലല്ലോ. ആമയും മുയലും പന്തയം വെച്ച കഥ കേട്ടിട്ടില്ലേ? അതുപോലെയാ കുട്ടികളുടെ അവസ്ഥ. മുയൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോൾ ആമ വളരെ പുറകില. എന്തിനു നേരത്തെ പോകുന്നു? മുയൽ കിടന്നുറങ്ങി. ഉറക്ക് തെളിയുമ്പോൾ ആമ സമ്മാനവും വാങ്ങിപ്പോയി. പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. മാഷ് നമുക്ക് കഥ ഗുണപാഠവും പറഞ്ഞായിരുന്നു, തീർന്നു അവിടെ. പക്ഷെ നമുക്കൊരു പുതിയ കഥയുണ്ടാക്കണം. ഈ ആമ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ശരീര, മുയലെന്ന് പറയുന്ന മനസ്സാ. ആ മനസ്സ് കുതിച്ചോടുകയാ. എന്തൊരു ബുദ്ധിയാ കുട്ടിയക്ക്, ഭയങ്കര ബുദ്ധിയാ കുട്ടിയക്ക്. എന്തെല്ലാം അവർ പറയുന്നു, എന്തെല്ലാം എഴുതുന്നു. പക്ഷേ ഒരു നിശ്ചിത പ്രായം എത്തുമ്പോണ്ടല്ലോ അവൻ്റെ ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നു. ശരീരം മുയൽ ആമയെപ്പോലെ മെല്ലല്ലേ വളരൂ. ഒരു പശു പ്രസവിച്ച പശുക്കുട്ടി അരമണിക്കൂർ കൊണ്ട് എഴുന്നേറ്റോടും. നിങ്ങളുടെ മക്കൾ അരമണിക്കൂർ കൊണ്ട് ഓടിയോ? 6 മാസം കഴിഞ്ഞില്ലേ കമിഴ്ന്ന് കിടക്കാൻ? LKG അംഗനവാടി പോകുമ്പോൾ 3 വയസ്സാവും. 3ാമത്തെ വയസ്സിൽ പശു പ്രസവിച്ചിട്ടൊരമ്മയാ. അപ്പം നമ്മുടെ കുട്ടികളുടെ ശരീരം ആമയെപ്പോലെ ഇഴഞ്ഞേ വളരൂ, മനസ്സ് മുയലിനെ പോലെ കുതിച്ചോടും. പക്ഷേ ഒരു നിശ്ചിത പ്രായത്തുമ്പോ മല്ലികാബാണൻ തൻ്റെ വില്ലെടുക്കും, മന്ദാരമലർ കൊണ്ടു ശരം തൊടുക്കും. കൗമാരം കിടക്കുമ്പോൾ ഇവൻ്റെ ഹോർമോണങ്ങളും. ഹോർമോൺ പണ്ടത്തെ മാതിരിയാ. പണ്ടല്ലേ നമ്മളെ കറി എന്താ, എന്തിനെ കൊണ്ട് ഹോർമോൺ ഉണ്ടാവനാ? ഉച്ചക്കെന്താ കറി? ചക്കക്കുരും വെള്ളരിക്കും ഓലൻ. രാത്രിയോ വെള്ളരിക്കയും ചക്കക്കുരു ഓലൻ. ഇതിനെക്കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ? ഇപ്പം എത്രയാ ഇറച്ചി, എത്രയാ മീന്, എത്രയാ മുട്ട, ഇതെല്ലാം കഴിച്ചിട്ട് പണ്ട് 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ഒരു പ്രേമെല്ലാം തോന്നുക. പക്ഷെ പറയാൻ ധൈര്യമില്ലായിട്ട് ആരാദ്യം പറയും, ആരാദ്യം പറയും എന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാണ്ട് അവസാനം സെൻഡ് ഓഫ് ആയ ദിവസം ഓട്ടോഗ്രാഫിൽ കര കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്ന് എഴുതിയിട്ട് 2 ബൈക്ക് പോയി. ഫോണും ഇല്ല, വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, ഒരു വിവരവും ഇല്ല. പിന്നെ ഇപ്പം കുറച്ച് ഫോണെല്ലായി, മക്കളെല്ലായതിന് ശേഷം ഇപ്പോൾ അന്നത്തെ ചരക്കൽ എഴുതിയിട്ട് നന്വേഷിച്ചിട്ട് ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമങ്ങളായിപ്പോ അല്ലേ എല്ലായിടത്തും. എന്നാൽ ഇപ്പം UP സ്കൂളെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യാ. കാരണം എന്താ? അവൻ്റെ ഭക്ഷണം, അവൻ്റെ ശരീരം ഉണരുക. ഏടുന്നെങ്കിൽ ഒരു ചെക്കൻ ചിരിച്ചു കാണിച്ചാൽ, ഒരു ചിരി കണ്ടാൽ അത് മതി. 2 ആഴ്ച ഉറക്കുണ്ടാവില്ല. അടുത്ത ദിവസം പോയി, ആമ പോയി. പോകല്ലെന്ന് പറയേണ്ട മനസ്സാകുന്ന മുയലോ അത് കിടന്നുറങ്ങി. പോറ്റി വലുതാക്കി ഉപ്പേനെയും ഉമ്മേനെയും അച്ഛനെയും അമ്മേനെയും മറന്ന് പോകല്ല മോളെ എന്ന് പറയണ്ടേ? മറ്റുള്ളവരുടെ സ്നേഹവും അച്ഛൻ്റെ അമ്മേൻ്റെ സ്നേഹവും തമ്മിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട്. മറ്റെല്ലാവരും നമ്മളെ സ്നേഹിച്ചത് നമ്മളെ കണ്ടതിന് ശേഷം മാത്രമാണ്. എന്നാൽ അച്ഛനും അമ്മയും നമ്മളെ സ്നേഹിച്ചത് നമ്മൾ ജനിക്കുന്നതിന് 5-8 മാസം മുമ്പ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയവരാ അച്ഛനമ്മമാർ. ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട മനസ്സാകുന്ന മുയൽ ഉറങ്ങി, ആമ പോയി. ഒരു കൊല്ലം കഴിയുമ്പോൾ ട്രോഫിയും വാങ്ങി വരും. ഒരു കൊല്ലം കഴിയുമ്പോൾ ട്രോഫി എടുത്ത് വരും. എൻ്റെ അമ്മേ ഓ മഹാ കഞ്ചാവാന്ന് ഇപ്പം മനസ്സിലായെന്ന് പറഞ്ഞ് വരും. ഇത് നമ്മുടെ കുട്ടികൾ നേരിടുന്ന പ്രശ്നമാണ്. അതിനെന്ത് വേണം? അവൻ്റെ ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യരുത്, മനസ്സുറങ്ങരുത്. നിങ്ങൾ നിരന്തരം അവൻ്റെ മനസ്സിനെ നവീകരിച്ചു കൊണ്ടിരിക്കുക.
അവൻ്റെ ശരീരത്തെ ഭക്ഷണം കൊടുക്കലല്ല അച്ഛനും അമ്മേൻ്റെ ജോലി, അവൻ്റെ മനസ്സിന് സർഗാത്മകത കൊടുക്കലാണ്. അത്തരത്തിൽ ഒരു കലാലയമായിട്ട്, സർവകലാശാലയായിട്ട് നിങ്ങളുടെ വീടിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് ഈ സർഗോത്സവം ഗംഭീരമായി ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നിസാമിയ പബ്ലിക് സ്കൂളിൻ്റെ 2024 വർഷത്തെ ആനുവൽ ഡേ സിംഫണി 2K24 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററോടും പ്രിൻസിപ്പലിനോടും എല്ലാവരോടും നന്ദി പറയുന്നു. എന്നെ കേട്ടതിന്, കുട്ടികളെ ഡാൻസ് കാണാൻ വന്നിട്ട് ഇത്ര നേരം എന്നെ സഹിച്ചിരുന്നതിന് നിങ്ങളോടും നന്ദി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.